എനിക്ക് അമ്മയുടെ അടുത്ത് ചോദിക്കാനുള്ളത്, അമ്മയുടെ എന്തൊക്കെയാണ് പറയാനുള്ളത്? എനിക്കെന്താ ആർ സി സിയിലല്ല ആദ്യം അവൾക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ കിംസാണ് സെലക്ട് ചെയ്തത്. എല്ലാവർക്കും സൗകര്യം കിംസ്, നല്ല ട്രീറ്റ്മെൻറ്റ് കിംസിൽ, ഏറ്റവും നല്ല ഹോസ്പിറ്റൽ കിംസ്. അതുകൊണ്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ ഓപ്റ്റ് ചെയ്തിട്ട് അവിടെയാണ് ഒരു ഡോക്ടറിൻ്റെ പേര്, ഒരു ലേഡി ഡോക്ടറായിരുന്നു. മാഡത്തിൻ്റെ പേര് ഞാൻ അത്ര ഓർക്കുന്നില്ല ഇപ്പം. മാഡത്തിനെയാണ് ഞങ്ങൾ ആദ്യം കണ്ടത്. ഞങ്ങൾ ഒരു വിസിറ്റ് കഴിയുമ്പോൾ തന്നെ മാഡം ദുബായിലോട്ട് പോയി, മൈഗ്രേറ്റായി ദുബായിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടർ അരുൺ ബി, ആ ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടറെ ഞങ്ങൾ സെലക്ട് ചെയ്തത് സാറിനെയാണ്. സാറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്. സാറാണെങ്കിൽ സാറിനെ കൊണ്ട് കഴിയുന്നത്ര സാറിൻ്റെ ഒരു സിസ്റ്ററാണ് ഈ പേഷ്യൻ്റെങ്കിൽ സാർ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം അത്ര ഭയങ്കര നല്ലതായിട്ട് അവളെ നോക്കി. പക്ഷെ ഏതാണ്ട് ഒരു വർഷത്തോളം അവിടുത്തെ ട്രീറ്റ്മെൻറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അത് കൂടുതൽ അഫോർഡ് ചെയ്യാനുള്ള അത്ര ഒരു സാമ്പത്തികമൊന്നും ഞങ്ങൾക്ക് അത്ര ഇല്ല. സോ ഈ ഒരു സമയത്ത് ഐ ഓൾസോ വോണ്ട് ടു ആഡ്, പാർവതിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അവളുടെ ഫുൾ ട്രീറ്റ്മെൻറ്റ്, ഈ 3 years ട്രീറ്റ്മെൻറ്റും ഔട്ട് ഓഫ് പോക്കറ്റാണ്. അപ്പോൾ കിംസിൽ ABVD എന്ന് പറയുന്ന ഒരു കീമോ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അത് 12 sets ആണ്, 12 cycles എടുക്കേണ്ടി വന്നു പാറുവിന്. ആൻഡ് 1 injection കോസ്റ്റ് അറൗണ്ട്, അല്ല അവർക്കൊരു ഇൻഫർമേഷൻ ആയിരിക്കും ഈ ഒരു കീമോ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു കീമോയ്ക്ക് തന്നെ ബയോപ്സിക്കും ഒക്കെ നല്ല 3 ലക്ഷം അത്രത്തോളമൊക്കെ ചാർജാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അത്രയും നല്ല ഫെസിലിറ്റീസ്. അതിപ്പോൾ അങ്ങനെ ABVD 25,000 ഇഞ്ചക്ഷൻ, എല്ലാം ചിലവും എല്ലാം കൂടെ അവിടുത്തെ കിടന്ന ഒരു ദിവസത്തെ 1 day അഡ്മിഷൻ അങ്ങനെ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുത്തെ ഡോക്ടറിനെ പറഞ്ഞ് അരുൺ സാർ RCCയിൽ വർക്ക് ചെയ്തിരുന്ന സാറാണ്. അപ്പോൾ സാറ് പറഞ്ഞ് നമുക്ക് അവിടെ ശ്രീജിത്ത് സാറുണ്ട്, സാറ് നല്ല മെടുക്കനാണ്. കേട്ടിട്ടുണ്ട് ശ്രീജിത്ത് സാറിനെ പറ്റി, പക്ഷേ ശ്രീജിത്ത് സാർ മെടുക്കനാണെന്ന് പറയാൻ അരുൺ സാറ് ലൈക്ക് അതങ്ങനെയല്ല പുള്ളി ഉദ്ദേശിച്ചത്. ശ്രീജിത്ത് സാറിനെ പോലെ അത്രയും നല്ല ഒരാൾ RCCയിലുണ്ട്. ലൈക്ക് ഹി ഈസ് ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഈ ബ്ലഡ് ക്യാൻസർ കാറ്റഗറി, ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ലിംഫോമയിൽ റിട്ടയർഡ് ആയിട്ട് പിന്നെ വോളണ്ടറി ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന അവസരമായിരുന്നു സാറ്. അപ്പം ഞങ്ങൾ ഒരു ദിവസം സാറിനെ കാണാൻ പോയപ്പോൾ സാറ് പറഞ്ഞു, സാറ് പാർവതിയെ കൊണ്ടുവന്നാൽ മതി, ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സാറിൻ്റെ മാക്സിമം നോക്കാം, ഒരു കുഴപ്പമില്ല. സാറ് ഭയങ്കര പോസിറ്റീവായിട്ട് ഞങ്ങളെ തന്നു ഒരാഗ്രഹമൊക്കെ. ഞങ്ങളുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ സാറ് 100% സാറ് പറഞ്ഞ് നമുക്ക് മാക്സിമം നോക്കാം. സാറിൻ്റെ കഴിവിൻ്റെ മാക്സിമം സാറിൻ്റെ ഒരു മോളെ പോലെ അവളെ നോക്കി, അത്ര കാര്യമായിട്ട് സാർ നോക്കി അവളെ. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ സാറ് റിട്ടയർഡായി. 2024 ഡിസംബർ ആകുമ്പം സാറ് റിട്ടയർഡായി. അപ്പോൾ സാറ് തന്നെ ഒരു ജോർജ് സാറിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് സാറ് പോയത്. സാറിൻ്റെ പേഷ്യൻസിനെ കൂടുതലും ജോർജ് സാറാണ് പിന്നെ നോക്കുന്നത്. അപ്പോൾ ജോർജ് സാറാണെങ്കിൽ വളരെ നല്ല ഡോക്ടറാണ്. എനിക്ക് 100% സാറിനെ പറ്റി പോസിറ്റീവ് പറയാനുള്ള കാരണം ശ്രീജിത്ത് സാർ എങ്ങനെ നോക്കിയോ അതിൻ്റെ ഫോളോ അപ്പായിരുന്നു അടുത്ത ജോർജ് സാർ. എല്ലാ പേഷ്യൻസും അവർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു, എല്ലാ പേഷ്യൻസും. ശ്രീജിത്ത് സാറ് എബോവ് 60 years, ജോർജ് സാറാണെങ്കിൽ ഒരു 40ക്ക് താഴെയുള്ളൂ, അത്ര യങ്ങാണ്. പക്ഷേ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് സാർ വന്നത്. ഭയങ്കര ഏജിൻ്റെ ഒരു ഇതുമില്ല, നല്ല പക്വതയുള്ളൊരു ഡോക്ടറും. ഓരോ പേഷ്യൻസും സാറിന് പ്രിയപ്പെട്ടതാണെങ്കിലും എല്ലാവരും പേര് പറഞ്ഞു വിളിച്ച് ട്രീറ്റ് ചെയ്യണ അത്ര അടുപ്പമാണ് പേഷ്യൻസുമായിട്ട്. എനിക്കും എൻ്റെ മോക്കും ഏറ്റവും നല്ല ഒരു സ്നേഹവും സഹകരണവും സമാധാനവും കൊടുത്ത്
തന്നെയാണ് സാർ നോക്കിയത്. പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത സാറിൻ്റെ മനസ്സിൽ തോന്നിയാൽ പോലും സാർ ഒട്ടും എന്നോടും മോളോടും പറയൂല. സാറ് പറയൂ സിസ്റ്ററിനോടും അച്ഛനോടും കുറച്ചൊക്കെ ഞങ്ങളോട് പറയുകയില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ പോസിറ്റീവായിട്ടിരുന്നാലേ ട്രീറ്റ്മെൻറ്റ് ശരിയാവുള്ളൂ. സാർ അവസാനം മോള് മരിച്ചതിന് ശേഷമാണ് ആ ഒരു സാറിൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായത്. എന്നുവെച്ചാൽ ഞങ്ങൾ നെഗറ്റീവായ ട്രീറ്റ്മെൻറ്റിന് വലിയ ഫലമൊന്നുമില്ലല്ലോ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വന്നാലോ ആ ഒരു പ്രതീക്ഷയിലും അഗ്രസീവായിരുന്നു മോളെ അസുഖം. ഏത് മരുന്നെടുത്താലും അടുത്ത ഒരു മാസത്തിനകം പിന്നെയും അതങ്ങോട്ട് റിലാപ്സ് ആവുകയാണ്. അങ്ങനത്തെ ഒരു അഗ്രസീവായിട്ടുള്ള അസുഖമായിരുന്നു. എന്നിട്ട് എല്ലാം മോക്കത്തിച്ച് സൈസൊക്കെ ഉള്ളതുകൊണ്ട് ഹൈ ഡോസാണ് മരുന്നെടുക്കുന്നത്. അതെല്ലാം സൈസ് പോലും വന്നത് അസുഖത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസിന്റെ ഭാഗമായിട്ടാണ് സൈസ് പോലും വന്നത്. ഭയങ്കര പെറ്റീറ്റ് ആയിരുന്നു. ഈ ഒരു ജോർജ് സാറ് കൊടുക്കുന്ന ആ പോസിറ്റിവിറ്റി കൊണ്ട് മാത്രമാണ് അവൾ ഈ 3-ാമത്തെ വർഷം അവൾ പിടിച്ചു ഹാപ്പി ആയിട്ട്. എന്നുവെച്ചാൽ ആ മരിക്കുന്നതിൻ്റെ തലേ ദിവസവും അവൾ എന്നോട് പറഞ്ഞത് ഇതാണ് ഡോക്ടർ. എൻ്റെ സാറ് പറഞ്ഞുകൊണ്ട് ഇതാണ് ഒരു ഡോക്ടർ ഇങ്ങനെ ആയിരിക്കണം സാറ് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് എല്ലാ മരുന്നും കഴിഞ്ഞ് ജസ്റ്റ് ന്യൂമോണിയ വന്ന് അമൃതയിലും കൊണ്ടുപോയി. സാർ അവസാനം അമൃതയിലും ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾക്കൊരു റിഗ്രറ്റ് വരാതിരിക്കണം. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സാറിൻ്റെ കുഴപ്പം കൊണ്ടല്ല അവൾക്ക് സംഭവിച്ചത്. അമൃതയെ കൊണ്ടുപോയി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണമെന്ന് പറഞ്ഞ് ആംബുലൻസിൽ ഓക്സിജനുള്ള ആംബുലൻസിൽ ഞങ്ങൾ അമൃതയെ കൊണ്ടുപോയി. അവിടെ നിന്നും അവർ ഇതേ അഭിപ്രായം പറഞ്ഞു. പക്ഷേ അവിടെ ജോർജ് സാർ തന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ പിന്നെ തിരിച്ച് ഇങ്ങനെ തന്നെ വരാം, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് തന്നെ എല്ലാം ചെയ്യണം. അവിടെ സാറ് ഇനി കൊണ്ടുവരാൻ പറഞ്ഞു തിരിച്ച്. അങ്ങനെ ഞങ്ങളിങ്ങനെ കൊണ്ടുവന്നു. അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയം എന്ന് ഹീമോഗ്ലോബിൻ പ്ലേറ്റ്ലെറ്റൊക്കെ വളരെ കുറഞ്ഞു പോകണം. പ്ലേറ്റ്ലെറ്റും ബ്ലഡും 4, 5 ആ റേഞ്ചിലാണ് ബ്ലഡിൻ്റെ കൗണ്ട്. അങ്ങനെ എന്നും പ്ലേറ്റ്ലെറ്റും ബ്ലഡും അടയ്ക്കണം. ഒരു മാസം ഡിസംബർ 29 മുതൽ 25 ഡിസംബർ 29 മുതൽ ജാനുവരി 27 വരെ എന്ന് 2-3 കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡും പ്ലേറ്റ്ലെറ്റും അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അവൾക്ക് ന്യൂമോണിയയും വന്നു. ന്യൂമോണിയ മാറാനായിട്ട് ഉള്ള എല്ലാ മരുന്നും ആൻറ്റിബയോട്ടിക് എല്ലാം കൊടുത്തു. ആന്റിഫംഗലൊക്കെ എന്തുമാത്രം, ബിക്കോസ് നോട്ട് ഏബിൾ ടു ഐഡന്റിഫൈ എന്ത് ഇൻഫെക്ഷൻ ആണെന്ന്. അപ്പം വൈറൽ, ആന്റിബയോട്ടിക് ആൻഡ് ഫംഗസ് എല്ലാം കൊടുക്കും. ബിക്കോസ് എൻഡോസ്കോപ്പി ചെയ്യാനുള്ള നിർവാഹമില്ല. ഇന്റേണൽ ബ്ലീഡിങ് ആയി പോവും എന്തെങ്കിലും അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ടും ചെയ്തു. അവസാനം കിംസിൽ കൊണ്ട് എൻഡോസ്കോപ്പിയും ചെയ്തു, കൊളോണോസ്കോപ്പിയും ചെയ്തു. അതൊക്കെ നെഗറ്റീവായിരുന്നു റിസൾട്ട്. ഒരു കുഴപ്പമില്ല അതിലൊന്നും. അപ്പോഴത്തേക്കും ബോൺ മേരിയിലൊക്കെ സ്പ്രെഡായിരുന്നു. അവസാനം നമ്മൾ CT എടുത്തപ്പോൾ ബോൺ മേരിയിലൊക്കെ സ്പ്രെഡായിരുന്നു. എന്നിട്ടും സാറ് തലേ ദിവസവും പറഞ്ഞത് നമുക്കൊരു 14 days നോക്കാം, അത് കഴിയുമ്പോൾ നമുക്ക് അമൃതയിൽ പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പാർവതി. ഡോണറിനെയൊക്കെ ഞങ്ങൾ അമൃതയിൽ ഡോണറിനെയൊക്കെ കിട്ടിയിരിക്കുകയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആ പ്രതീക്ഷ കൊടുത്ത് സാറ് ജനുവരി 26 വരെ കൊണ്ടുപോയി അവളെ തലേ ദിവസം. പക്ഷേ സാറിൻ്റെ മനസ്സിലുള്ള വെപ്രാളം സാറ് എൻ്റെ മോളുടെ അടുത്ത് കാണിക്കില്ല, ബാക്കിയുള്ളവരുടെ അടുത്ത് സാർ എന്നും പറയുകയാണ്. ഒരാഴ്ച കൊണ്ട് സാറ് പറയണം ഇന്നത്തെ ദിവസം കടന്നു പോകില്ല, അത്ര സീരിയസ് ആണ്. പക്ഷെ ഞങ്ങൾ അറിയുന്നില്ല, അത്രയ്ക്ക് വൈകിയായിരുന്നു നോക്ക്. അങ്ങനെ 27 വരെ പോയി. അത്ര നല്ലൊരു ഡോക്ടർ ജോർജ് സാർ അവിടുത്തെ RCCയിൽ. എന്നും നന്മ മാത്രം ഉണ്ടാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞാനും ജോർജ് സാറ് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളൊന്നുമല്ല. ആദ്യം കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഭയങ്കര ടു ദ ഫേസ് ആണ്, കുറച്ചും കൂടെ എമ്പത്തറ്റിക് ആവാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ പുള്ളിക്കാരൻ എടുക്കുന്ന എഫേർട്ട് നമുക്ക് പിന്നെ റിയലൈസ് ആവുള്ളൂ. എനിക്ക് ഒരു അമ്മയുടെ അഭിപ്രായം പറയാനുണ്ട്. നമ്മൾ ആ പേവാർഡിൽ കിടന്നിട്ടുള്ളപ്പോഴത്രയും അവിടുത്തെ സിസ്റ്റേഴ്സ് അത് പറയാതിരിക്കാക്കൂല. പക്ഷേ എത്രയും നല്ലൊരു സിസ്റ്റേഴ്സിന് ഞാൻ ആ പേവാർഡിൽ ഓരോരുത്തരും പേരെടുത്ത് പറയാനൊന്നും പറ്റില്ല. അത്ര എല്ലാവരും ഓരോരുത്തരും അവിടുത്തെ അവസാനം അവൾ കിടന്ന ദിവസം സിസ്റ്റർ സുമയും അനുഷ സിസ്റ്ററും ആയിരുന്നു അവളുടെ അടുത്ത് നിന്നത്. രാത്രിയൊക്കെ ഞാനൊക്കെ അറിയില്ല വന്ന് നോക്കി
എപ്പോഴും വന്നിങ്ങനെ നോക്കിയിട്ട് പോണത്. ഞാൻ വിചാരിക്കും എന്തോ അടുത്തൊരു ഇഞ്ചക്ഷൻ്റെ സമയമായി കാണും. പക്ഷെ അവൾ അത്രമാത്രം കയറിയായിരുന്നു. അതേപോലെ ആ പേവാർഡിലുള്ള ഓരോ സിസ്റ്റേഴ്സും അവൾ എപ്പോഴും അവിടെ അഡ്മിഷനാണ്. അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് അറിയാം, എല്ലാ പേഷ്യൻസിൻ്റെ അങ്ങനെയാണ്. പക്ഷേ എന്നോട് ഭയങ്കര എൻ്റെ മക്കളെ പോലെ, എന്നെ ഒരു അമ്മയെ പോലെ കരുതി അവരുടെ ഒരു സിസ്റ്ററിനെ പോലെ അവളെയും കരുതി അങ്ങേറ്റം. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് RCCയിൽ. അത് പറയാതെ പറ്റൂല എനിക്ക്. കാരണം ഇത്രയും ന്യൂമോണിയ വന്ന് സീരിയസ് ആയി അവൾക്ക് റൂമിലത്തെ ഓക്സിജൻ പോരാ. അപ്പോൾ ICU കൊണ്ട് വെന്റിലേറ്റർ ഉള്ള ഓക്സിജൻ കൊടുക്കണം അവൾക്ക്. അങ്ങനെ ICU സാറ് തന്നെ പറഞ്ഞ ICU ആനിമേഡും അതുപോലെ സിസിലി മേഡും ഷിബു സാറും ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ കാണിച്ച സ്നേഹവും ആത്മാർത്ഥതയും ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കില്ല. ആനിമേഡം എന്ന് പറഞ്ഞ് എന്നാൽ നമുക്ക് ICUയിലോട്ട് മാറ്റാം എന്ന് പറഞ്ഞു. അതും ഒരു ചെറിയ കുട്ടിയാണ്. പക്ഷെ അതിൻ്റെ ആ പക്വത അത് അറിയായിരുന്നു. പാറുവിന് സീരിയസ് ആണ്. പക്ഷേ പറയൂല. എൻ്റെ കൂടെ ഈ ജോർജ് സാറിനെ പോലെ പറയൂല. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യണം. പക്ഷേ ഇത്ര സീരിയസ് ആണ് നമ്മളെ അറിയിക്കാതെ ഇങ്ങനെ പോകുന്നു, പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടി. എന്നിട്ട് ICU കൊണ്ടുപോയി. ആ മോളും പറഞ്ഞു മോൾക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ICU. ജോർജ് സാറിന് ആദ്യമേ പറഞ്ഞു ICUയിൽ നമ്മൾ കയറേണ്ട ഇട വരരുത് എന്ന് പറഞ്ഞു. പക്ഷേ ന്യൂമോണിയ വന്ന് കൂടുതലായി, വൈറൽ ഇൻഫെക്ഷനായിരുന്നു. അങ്ങനെ ICU കൊണ്ടുപോയി. ഇവിടുത്തെ ഓക്സിജൻ വരുന്നുണ്ട്. ICUയിൽ കയറിയപ്പോൾ കയറുന്നതേ ഇഷ്ടമില്ലായിരുന്നു. നമ്മളെന്നും അകത്ത് കയറ്റില്ലല്ലോ, പുറത്തേ ഇരിക്കാൻ പറ്റുള്ളൂ. 3 ബെഡേ ഉള്ളൂ അതിനകത്ത്. ICUവിനകത്ത് വാർഡിനകത്താണ് ICU. അവിടെ കൊണ്ട് അവളെ കയറ്റിയപ്പോഴേ അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവിടുത്തെ ഒരു 5-6 സിസ്റ്റേഴ്സിനെ ഞങ്ങൾ കണ്ടു. അതിൽ 3 പേര് ഇത്രയും നല്ല സിസ്റ്റേഴ്സ് ഇല്ല. കാരണം കയറിക്കൂടെ ഇരുന്നിട്ട് പോലും ആ വാതിലിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് നീക്കി കാണിച്ചു തരും, കിടക്കുന്ന അവസ്ഥയൊക്കെ കാണിച്ചു തരും. എനിക്ക് അവളിങ്ങനെ അകത്തോട്ട് വിളിക്കും, പക്ഷെ പോകാൻ പറ്റില്ല, ബാക്കി പേഷ്യൻസും കിടക്കുകയില്ലേ. അങ്ങനെ അവരുടെ പ്രോട്ടോക്കോൾ അങ്ങനെയാണ്. ICUയിൽ ഒരു ആരെയും കയറ്റില്ല. നമ്മൾക്ക് വെളിയിൽ നിന്ന് കാണാനൊക്കെ ഫുഡും എല്ലാ സാധനങ്ങളും കൊടുക്കുക. അതിനകത്തോട്ട് സിസ്റ്ററിനെ ഏൽപ്പിക്കണം. 2 സിസ്റ്റേഴ്സ് അത് അവരെ ഒരിക്കലും ICUയിൽ നിർത്താൻ കൊള്ളാത്ത 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. കാരണം എൻ്റെ കൂടെ എൻ്റെ മോളെപ്പറ്റി പരാതി പറഞ്ഞു. എൻ്റെ മോളാണെങ്കിൽ 36 വയസ്സായ മോളാണ്. അവളൊരു കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള ആളാണ്. പക്ഷേ ഈ പേഷ്യൻസ് എന്താണ് ഇങ്ങനെ, ഈ പേഷ്യൻ്റ് എന്താണ് ഇങ്ങനെയാണോ എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എങ്ങനെ സിസ്റ്റർ പേഷ്യൻ്റ് അല്ല, ബെഡൊക്കെ ഷീറ്റൊക്കെ ചവിട്ടി കൂട്ടി. അപ്പം ഞാൻ പറഞ്ഞു ഈ ICUയിലൊരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നത് എന്തിനായിരിക്കും സിസ്റ്റർ? ഞാൻ അവരോട് ചോദിച്ചതാണ്, എന്തിനായിരിക്കും സിസ്റ്റർ കൊണ്ടുവരുന്നത്? അത്രത്തോളം സീരിയസും വയ്യാത്ത പേഷ്യൻസിനല്ലേ അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ബെഡ് ചവിട്ടി കൂട്ടിയെങ്കിൽ അത് അത്ര അവർക്ക് വയ്യായിരിക്കും. ഓക്സിജൻ കൊടുത്താൽ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയിൽ എന്തെല്ലാം കാണിക്കും, അങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അവൾ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ അവൾക്ക് തീരെ വിവരമില്ലാത്തൊരു പേഷ്യൻ്റ് അല്ല, വിവരമുള്ള കുട്ടിയാണ്. അവൾ നല്ല ബോധത്തോടെ തന്നെ കിടക്കുന്നത്. അവൾക്ക് അങ്ങനെ ചവിട്ടി കൂട്ടുന്ന ആളൊന്നുമല്ല. ഓ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച്, എന്നിട്ടും ഒട്ടും റെസ്പോൺസിബിൾ അല്ല. അവളുടെ ഭയങ്കര ഇറസ്പോൺസിബിളായിട്ടാണ് പെരുമാറുന്നത് ഈ 2 പേരും. അവൾ കരച്ചില്ലായിരുന്നു. ഞാൻ നോക്കുമ്പോഴത്തെ എൻ്റെ അടുത്ത് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് എൻ്റെ മോളതിനകത്തിരുന്ന്. ഈ 2 സിസ്റ്റർമാർ പേരൊന്നും എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറയില്ല, കാരണം അവരുടെ ഭാവിയാണ്. ഒരിക്കലും ഈ സിസ്റ്റേഴ്സ് ഇങ്ങനെ കാണിക്കരുതെന്ന്. അതിനകത്ത് കയറുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസാണ് RCCയിൽ ICUവിനകത്ത് കയറുന്നത്. അവരോട് കാണിക്കുന്ന മര്യാദകേട് ദയവ് ചെയ്ത് ഈ സിസ്റ്റേഴ്സ് അവർക്കറിയായിരിക്കും ആരാണെന്ന്. ഞങ്ങളവിടെ റിപ്പോർട്ടൊക്കെ ചെയ്തു. പക്ഷേ കേൾക്കൂല. എന്നിട്ട് കേൾക്കൂല മിക്സി. അവൾക്കാണെങ്കിൽ അവിടുത്തെ ഡ്രസ്സ് RCCയിലെ യൂണിഫോം ഉണ്ടല്ലോ, ആ യൂണിഫോം അവൾക്ക് സൈസാവില്ല. അവൾ സ്റ്റെറോയിഡ് കഴിച്ച് ഒരുപാട് തടി കൂടി അവസാനം. അപ്പം ആ സൈസ് അതിടാൻ അവൾക്ക് ഒട്ടും കോൺഫിഡൻ്റ് ഇല്ല. ആ ഡ്രസ്സ് ഒട്ടും കംഫർട്ടബിൾ അല്ല. അവൾ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഭയങ്കര വിഷമം. അപ്പോൾ അവിടുത്തെ തന്നെ ഞങ്ങൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ റൂമിൽ കയറിയതാണ്. അപ്പോൾ 6 ജോഡി ഡ്രസ്സ് അവിടെ തയ്ച്ച് കൊടുക്കണമായിരുന്നു. അപ്പോൾ അവിടെ തയ്ച്ച് കൊടുത്തിരുന്ന ഡ്രസ്സ് അതിനകത്തിരുന്നത്
ഞാൻ വാങ്ങിച്ച് ഇവർക്ക് ഇവിടെ ഇടാൻ വേണ്ടി കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ വേറെ ഡ്രസ്സ് നിങ്ങൾ തയ്പ്പിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അതിന് വരെ അവിടെ കംപ്ലയിൻറ്റ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ തയ്പ്പിച്ചല്ല, ബോൺമേൽ യൂണിറ്റിൽ ഇട്ടുകൊണ്ട് കിടക്കാനുള്ള 6 ജോഡി ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്, അവിടുത്തെ സിസ്റ്റേഴ്സിനോട് ചോദിച്ചിട്ട് എടുത്തുകൊണ്ട് വന്ന് അവർ തന്നതാണ് എന്ന് പറഞ്ഞ് അവൾക്ക് ആ ഡ്രസ്സ് ഇട്ട് കൊടുക്കും. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നനച്ച് തേച്ച് കൊണ്ടുപോകും എൻ്റെ കൂടെ ഉള്ളവരെ കൂടെ. അല്ല അമ്മ, പക്ഷേ ഇഫ് അറ്റ് ഓൾ വെളിയിൽ നിന്ന് നമുക്ക് എടുത്തുകൊണ്ട് വരേണ്ട ഒരു ആവശ്യം വന്നാൽ പോലും പേഷ്യൻറ്റിൻ്റെ സൈസിനുള്ള ഡ്രസ്സ് ഹോസ്പിറ്റലിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നത്. പറയും പേവാട് കിടക്കുമ്പോഴും അവർ പറയും, ആദ്യമേ പറയും പാർവതിക്ക് അമ്മ ഡ്രസ്സ് കൊണ്ടുവരണേ, ഇവിടെ ഡ്രസ്സ് സൈസില്ല. അപ്പോൾ അത് കൊണ്ടാണ് പോണത്. ഇവരോട് പറഞ്ഞിട്ട് അവർ കേട്ടുമില്ല. അതിനൊരു ആക്ഷേപം അത് ഈ കുട്ടി കേട്ടുകൊണ്ട് കിടക്കണം. ഇൻസൾട്ടിങ് എന്ന് പറഞ്ഞാൽ ICUവിനകത്ത് എൻ്റെ മോൾ അനുഭവിച്ച ഇൻസൾട്ടിങ് സാറ് അറിഞ്ഞ അവസാനം സാറ് തന്നെ പറഞ്ഞു, ഇനി ഇവിടെ കിടക്കണ്ട, നമുക്ക് വെളിയിൽ പോകാം, ഇവിടെ കിടന്നാൽ ശരിയാവില്ല. പാർവതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ഇൻസൾട്ടിങ് കൊണ്ടല്ല, ICU കിടന്നിട്ട് അവൾക്ക് പറ്റണില്ല. അവൾ എപ്പോഴും വെളിയിൽ പോകുമ്പോൾ ബഹളം, ഇമോഷണലി ഡൗൺ ആയി പോകണം, ഒട്ടും പിക്കപ്പ് ആവണില്ല, ഇമോഷണലി ഡൗൺ ആയി പോകണം. അപ്പോൾ എന്നാൽ നമുക്ക് റൂമിലോട്ട് മാറ്റാം, അവിടുത്തെ ഓക്സിജൻ കൊടുക്കാമെന്ന് പറഞ്ഞ് തിരിച്ചങ്ങ് റൂമിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഈ ദേവിയേത് RCCയിലെ ICUയിലെ സിസ്റ്റേഴ്സ് അവിടെ വരുന്ന പേഷ്യൻസിനോട് ഒരിക്കലും ഇത്ര റഫായിട്ട് പെരുമാറരുത്. അതൊരു അപേക്ഷയാണ് എനിക്ക്. അത്ര ആലംബമില്ലാത്ത അവസ്ഥയിലാണ് അതിനകത്തുനിന്ന് കയറുന്നത്. അപ്പോൾ അവരോട് ഇങ്ങനെയോട് കാണിച്ച് അവരുടെ മാനസികാവസ്ഥ, അത് ഈ കിടക്കുന്ന കുട്ടി കണ്ടുകൊണ്ട് കിടക്കണം. അപ്പുറത്തും ഇപ്പുറത്തും ബെഡിൽ ആളുകൾ മരിക്കുന്നത് കൊണ്ട് ചെന്ന് അവൾ കിടന്നപ്പോൾ തന്നെ 4-5 പേര് മരിച്ചു. അവിടെ വന്നവർ എത്രയും മരിക്കുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് കുട്ടി ഇപ്പുറത്ത് കിടക്കുന്നതിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഫുള്ളി കോൺഷ്യസ്. ഭയങ്കര വിഷമമായിപ്പോയി. ഞാനും വെളിയിൽ കരഞ്ഞാണ് ഞാൻ ഇരുന്നത്. കാരണം ഈ കുട്ടി അകത്ത് വെളിയിൽ എനിക്ക് കയറാനും ഒക്കില്ല, അകത്തോട്ട് കയറി ചെന്ന് അടുത്ത് സമാധാനിപ്പിക്കാനും ഒക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ICUയിൽ ഞങ്ങൾ ഒരു 4 ദിവസത്തോളം അവിടെ കിടന്ന് അനുഭവിച്ചു. 4-5 ദിവസം ഈ ഒരു കോൺഷ്യസ് സ്റ്റേറ്റിൽ പാറു വാട്സാപ്പ് യൂസ് ചെയ്യുമായിരുന്നു ICUവിനകത്ത്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുവേണ്ടി, ഇങ്ങനെയാണ് ഈ നേഴ്സ് ഇങ്ങനെ ചെയ്യുന്നു, ആ നേഴ്സ് ഇങ്ങനെ ചെയ്യുന്നു, എനിക്കിവിടെ പറ്റുന്നില്ല, എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടങ്ങ് വെളിയിൽ കൊണ്ടുപോകും. ബട്ട് അതൊരു ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആണ്. ഈ നേഴ്സിംഗ് പഠിച്ചിട്ട് വരുന്ന നേഴ്സസ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ എങ്ങനെയാണ് പേഷ്യൻസിനെ നോക്കേണ്ടതെന്ന് അറിഞ്ഞിട്ടറിയാത്ത പോലെ നിൽക്കുന്നത് വളരെ പെത്തറ്റിക് ഒരവസ്ഥയാണ്. അങ്ങനെ എന്താ ഒരൊറ്റ വിഷമമേ എനിക്ക് RCCയിൽ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി അവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫ്, ഡോക്ടേഴ്സ്, ഓഫീസ് സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫ് വരാം, അറ്റ്ലീസ്റ്റ് ഫുഡ് കൊണ്ടുവരുന്നവർ വരാം. അവരുടെ നമ്മളുടെ ഉള്ള മാനസികാവസ്ഥ എത്രമാത്രം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് തരുന്നത്. അത്ര നല്ല സ്റ്റാഫുകളായിരുന്നു. പക്ഷേ ICUവിലെ ഞാൻ ഉള്ളപ്പോൾ 2 സിസ്റ്റേഴ്സ്, ആ മുഖം ഞാൻ ഒരിക്കലും മറക്കൂല എൻ്റെ ജീവിതത്തിൽ. എൻ്റെ മോളെ ഞാൻ അവരോട് താഴ്മയായിട്ട് പറഞ്ഞു, സിസ്റ്റർ അങ്ങനത്തെ സ്വഭാവമുള്ള കുട്ടിയല്ലാതെ വളരെ പക്വതയുള്ള എല്ലാ കാര്യവും നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണോ എന്ന് എടുത്ത് ചോദിച്ചു. എന്നിട്ട് അല്ല, ഇപ്പോൾ കോളേജിൽ പഠിപ്പിക്കുന്നില്ലെങ്കിലും ഒരു സാധാരണ ഏതാളായിക്കോട്ടും അവർക്ക് കാണിക്കാനുള്ള ഒരു കെയറിങ്ങും ഒരു സമാധാനം. അതിനകത്ത് വേറെ 2-3 പേരുണ്ട്. അയ്യോ എത്ര നല്ലതാണെന്നറിയാമോ. അതിനെയൊക്കെ നമ്മൾ എത്ര തൊഴുതാലും മതിയാവില്ല, അത്ര നല്ലത് സിസ്റ്റേഴ്സ്. ഒരു 3 പേര്, ഈ 2 സിസ്റ്റേഴ്സ്, എനിക്കത് എൻ്റെ മനസ്സിൽ എന്തൊരു വിഷമമുള്ള ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണത്. അമ്മയ്ക്കിത് എവിടെയെങ്കിലും പറയണമെന്ന് പണ്ടേ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ 601-ാമത്തെ റൂമിലാണ് മോൾ അവസാനമായിട്ട് കിടന്നത്. എപ്പോഴും അവിടെ കിടക്കാൻ ഇഷ്ടം. വെളിയിൽ ജനലിൽ കൂടെ വെളിയിലോട്ട് കാണാം, മരങ്ങളും ചെടികളും ഒക്കെ കിളികളൊക്കെ വന്നിരിക്കുന്ന കാണാം. അതുകൊണ്ട് ആ റൂമിൽ കിടക്കുന്നതിന് ഏറ്റവും ഇഷ്ടം. അവിടെ കിടന്ന് തന്നെ മോൾ അവസാനം കിടന്നത്. അപ്പം അവിടുത്തെ നമ്മുടെ പേവാടിലെ സിസ്റ്റേഴ്സ് എൻ്റെ ജന്മത്തിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നവരുടെ അത്ര നല്ലത്. എല്ലാ പേഷ്യൻസിൻ്റെ അങ്ങനെ തന്നെ, ഞങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും ഒരേ നല്ല പോലെ എന്ത് നല്ല കരുതലോടെയാണ് അവർ നോക്കുന്നത് ഓരോ പേഷ്യൻസിനെ. ഡോക്ടേഴ്സും എല്ലാ ഡോക്ടേഴ്സും ഞാൻ കണ്ടിടത്തോളം എല്ലാ പേഷ്യൻസിനും ഓരോരുത്തരും അറിയാം. ആർക്ക് ക്യാൻസർ വന്നാലും വേറെ ഒരു ആശുപത്രിയിലും പോകലെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ വരാം RCCയിൽ. കാരണം അത്രയും നല്ല ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ സർക്കാരിനോടൊരു അപേക്ഷയുണ്ട്. ഈ ക്യാൻസർ പേഷ്യൻസിന് ഒരുപാട് പൈസ വേണം ചികിത്സയ്ക്ക്. അവർക്ക് ചെറിയ പൈസയിലൊന്നും ഒരു ചികിത്സ പൂർണ്ണമാവില്ല.
പൈസ ഇല്ലാതെ മരിച്ചോളും ഒരുപാട് ആളുകളുണ്ട് അവിടെ. എന്തെങ്കിലും ഒരു ഫണ്ട് ഇവർക്ക് അധികമായിട്ട് ഇനി ഇത്ര നാൾ കൊടുക്കണമല്ല, അധികമായിട്ട് നല്ലൊരു ഫണ്ട് അവർക്ക് കൊടുക്കണം. കമ്പയർഡ് ടു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആക്ച്വലി RCCയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കൺസിഡറബിളി നല്ല ഒരു എമൗണ്ട് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാർ മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് പറയും RCCയിൽ വരുന്ന മെഡിസിൻ ക്വാളിറ്റി പുവറാണെന്ന്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ അവിടുത്തെ മെഡിസിൻ തന്നെ, വെളിയിൽ നിന്നുള്ള മെഡിസിനാണ് കൂടുതൽ ഉപയോഗിച്ചത് പാർവതിക്ക്. കീമോസ് ഒക്കെ ഞങ്ങൾ അല്ലാതെ ബാക്കി മെഡിസിൻ സാറ് പറയും പോലെ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കണം. ഒരു സബ്സ്റ്റാൻഡേർഡ് മരുന്നൊന്നുമല്ല, നല്ല മരുന്ന് തന്നെ അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഈ കുറച്ച് ഫണ്ട് അവർക്ക് അധികമായിട്ട് അലോട്ട് ചെയ്യണം. ഈ RCCയിലെ ഒരു നല്ല കാശുകാർക്ക് കൊടുത്തില്ലെങ്കിലും പാവപ്പെട്ട പേഷ്യൻസിന് കൊടുത്തേ പറ്റുള്ളൂ. അതൊരു അനുഭവപൂർവ്വം പരിഗണിക്കണം ഇപ്പോഴത്തെ സർക്കാരെങ്കിലും. അതുപോലെ ഞാനിങ്ങനെ 3 വർഷം അവിടെ കയറി ഇറങ്ങി നടന്നു. എന്നെ ഒരുപാട് പേര് എനിക്ക് ഹെൽപ്പ്, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവസാന ദിവസം വരെ എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. അവിടെ കിടക്കണമെങ്കിൽ ഒരു 601 റൂമിൽ 2 പേരൊക്കെ റൂമിനകത്തിരിക്കാവുള്ളൂ. ഞാനും എൻ്റെ ഇളയ മോള് ഇല്ലാതിരുന്നപ്പോഴും എൻ്റെ സഹോദരൻ തറയിൽ കിടക്കും, ഞാൻ അവിടെ ഇരിക്കും. അങ്ങനെ അല്ലെങ്കിൽ അനിയത്തി അമ്പിളി എൻ്റെ അനിയത്തി ഭയങ്കര 3 വർഷം അവളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് എൻ്റെ കൂടെ. എൻ്റെ മോക്കുണ്ട്, അതുപോലെ എൻ്റെ ചേച്ചി, അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇടയ്ക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരിക അസ്വസ്ഥതകളുണ്ട് ചേച്ചിയാണ്. എന്നാലും കിടക്കാനും കൂട്ടിരിക്കാനും അവിടെ കിടക്കാനും ആശുപത്രിയിൽ കൂട്ടുകിടക്കാനും ഒക്കെ പുള്ളിക്കാരിക്ക് അവിടുത്തെ ബെഡിൽ കിടക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഓവർനൈറ്റ് അത്രയും തന്നെ. അതുപോലെ തറയിലൊരു പായോട്ട് അവൻ അവിടെ തന്നെ കിടക്കും. സമാധാനമില്ല വീട്ടിൽ പോയി. അങ്ങനെ അവിടെ മരിച്ച സമയത്തും അവിടെ ഉണ്ടായിരുന്നു. വെളിയിലത്തെ കസേരയിലൊക്കെ ഓവർനൈറ്റ് പുള്ളിയിരിക്കും. അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പലപ്പോഴും അവരുടെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാവരും. എനിക്ക് ഒരുപാട് സഹായം ചെയ്തു. ഈ സമയം എല്ലാം മനസ്സിൽ ഒരു സമാധാനം ഇല്ലാണ്ട് എന്ത് നടക്കുന്നതെന്നറിയാണ്ട് ഉറങ്ങാൻ പറ്റാതെ അച്ഛൻ വീട്ടിൽ കുട്ടിയെ നോക്കിയിരിക്കും. അതും ഭയങ്കര ഒരു ടോർച്ചറാണ്. നോക്കാം അതിൻ്റെ ഫുൾ കാര്യം സ്കൂളിൽ കൊണ്ടുപോകണം, അതിനെ കൊണ്ടുവരണം, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കണം. എല്ലാം അതിൻ്റെ കൂടെ സങ്കടവും അറ്റാക്ക് വന്നൊരാളാണ്. എന്നിട്ട് അതിൻ്റെ സെൻ്റൊക്കെ ഇട്ടിരിക്കുന്നത് ഭയങ്കര ഒരുപാട് വലിയൊരു തീ കൂടിയാണ് ഞങ്ങൾ കടന്നു പോയത്. സാമ്പത്തികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ദൈവം അയച്ചതുപോലെ എനിക്ക് ഒരിക്കലും കടപ്പാട് തീരാത്ത ഒരാളുണ്ട് എനിക്ക്. എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മോൻ, അവൻ വിദേശത്താണ്. അവസാനം ബോൺ മേരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെങ്കിൽ അമൃതയിലേ ചെയ്യാൻ ഫിക്സ് ചെയ്തിരുന്നു ഞങ്ങൾ. എന്തായാലും ഒരുപാട് പൈസ, 1 കോടിയിലധികം രൂപയാവും. നമുക്ക് ഡോണർ വേണം, പിന്നെ ആ ഹോസ്പിറ്റൽ ഇതിൻ്റെ എല്ലാം, പിന്നെ 6 മാസം അവിടെ ഒരു 3-4 മാസം കൂടെ അഡ്മിഷൻ, എല്ലാം കൂടെ 1.5 കോടിയിട്ട് അധികം ആവും പൈസ. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അവസാനം. അപ്പോൾ ആ എല്ലാത്തിനും ഒരു ഓൾ റൗണ്ടറായിട്ട് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ദൈവമായിട്ട് കൊണ്ടുവന്ന പോലെ ദൈവം എനിക്ക് കൊണ്ടു തന്ന ഒരു ദൂതനെന്നും ഞാൻ അവനെ വിശേഷിപ്പിക്കും. കാരണം അത്രമാത്രം ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരുന്നു എൻ്റെ കൂടെ ഇപ്പോഴും. അന്ന് അവസാനം വയ്യാതെ നടന്നപ്പോഴൊക്കെ എല്ലാ കാര്യത്തിനും ഒന്ന് ഓർമ്മിച്ചാൽ മതി, അപ്പം തന്നെ എന്താണ് ആവശ്യം അത് നടന്നിരിക്കും. അങ്ങനെ അത്രത്തോളം അവൻ്റെ ഭാര്യയും അവനും എനിക്ക് ചെയ്ത സഹായം ഒരിക്കലും എനിക്ക് മറക്കാക്കൂല. എൻ്റെ ജീവിതം തീരുന്നവരെ അവർ ഞങ്ങൾക്ക് എൻ്റെ രക്തബന്ധം തന്നെ, എൻ്റെ രക്തബന്ധം, ആ രക്തബന്ധത്തിൻ്റെ വില അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അത്രത്തോളം എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. നന്ദി മാത്രമേ പറയാനുള്ളൂ. ബിക്കോസ് സ്വന്തം നമുക്ക് കൂടെപ്പിറപ്പായിട്ട് എനിക്ക് എൻ്റെ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഫോർ എക്സാമ്പിൾ സ്വന്തം കൂടെ പിറന്നവർ വരെ ഇങ്ങനെ സഹായിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ലോകത്തിൽ. അതിലും അമ്മയുടെ ഒരു കസിനാണ് ഈ ചേട്ടൻ. അപ്പോൾ ഈ ഒരു മാമൻ എൻ്റെ മാമനാണ്. ഈ ഒരു മാമൻ ഞാൻ അധികം കണ്ടിട്ട് പോലും ഇല്ല ഈ മാമനെ. പക്ഷെ ഇങ്ങനെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഒരു ഫാമിലിക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഇൻറ്റൻസീവ് സപ്പോർട്ടിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് പുള്ളിക്കാരൻ യാതൊരു ആവശ്യമില്ലായിരുന്നെങ്കിലും ചേച്ചിക്ക് എന്ത് വേണോ പറഞ്ഞാൽ മതി ചേച്ചി, ഞാൻ കൂടെ നിൽക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വാക്കാൽ മാത്രമല്ല
പ്രവർത്തിച്ച് കാണിച്ച ഒരു ആൾ. ഹ്യൂജ് താങ്ക്സ്. നമ്മുടെ അനിക്കുട്ടൻ മാമനാണ്, ഇത് എൻ്റെ അനിക്കുട്ടൻ മാമൻ. എനിക്ക് മാമനെ അറിയില്ലായിരുന്നു, ഇങ്ങനെ ഒരാളുണ്ടെന്നറിയാം. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം ഞങ്ങളുടെ ഫാമിലിയിലൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനുള്ള ഒരു സിമ്പത്തിയുള്ള ഒരു വളരെ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. അനിക്കുട്ടൻ മാമൻ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി അനിക്കുട്ടൻ മാമൻ്റെ ഫാമിലി സപ്പോർട്ട് ഉണ്ടാവണമല്ലോ. ഫാമിലി എല്ലാം ഒന്നടങ്കം അവർ ഒരേ മനസ്സോടെയാണ് ഈ ഒരു കോസിൽ ഹെൽപ്പ് ചെയ്തത്. മിനിമാമി ആണെങ്കിലും അവരുടെ മക്കൾ 2 പേര്. സോ സി he was there with us. Anyone could have done that, you know. പക്ഷേ he came up. പുള്ളിക്കാരൻ ഇനിഷ്യേറ്റീവ് എടുത്ത് വോളണ്ടിയർ ആയിട്ട് വന്നു. ആൻഡ് ദെൻ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി. ബിക്കോസ് ഓക്കെ, നമുക്ക് ഒന്നിനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ്. സോ അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു പുള്ളിക്കാരൻ്റെ വരവ്. പിന്നെ ആക്ച്വലി അനിക്കുട്ടൻ മാമൻ എൻ്റെ അമ്മയുടെ അച്ഛനോടുള്ള റെസ്പെക്റ്റാണ് പുള്ളിക്കാരൻ ഈ ഒരു ഫേസിൽ കാണിച്ചത്. അമ്മയുടെ അച്ഛനൊരു വലിയൊരു മാമൻ ആക്ച്വലി എൻ്റെ അമ്മയുടെ അച്ഛനോടുള്ള റെസ്പെക്റ്റാണ് ഈ ഒരു ആക്റ്റിൽ കൂടെ കാണിക്കുന്നത്. എൻ്റെ അപ്പൂപ്പനൊരു കുറച്ച് ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ളവർക്ക് അറിയാമെന്നുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പോൾ അനിക്കുട്ടൻ മാമനും എൻ്റെ അപ്പൂപ്പനോടുള്ള ഒരു ഈ പിതൃക്കളോടുള്ള ഒരു ഇതുണ്ടല്ലോ, ഗുരുത്വം. ആ ഗുരുത്വമാണ് ഒരു ആൾ, എൻ്റെ അപ്പൂപ്പൻ്റെ ഒരു മകൾക്കുണ്ടായിരിക്കുന്ന ആ ഒരു ദുഃഖാവസ്ഥയിൽ സഹായിക്കാൻ തോന്നിപ്പിച്ചത് അനിക്കുട്ടൻ മാമനെ. അപ്പോൾ അങ്ങനെ തോന്നുന്നത് കൊണ്ട് എല്ലാവരും ചെയ്യണമെന്നില്ല, പക്ഷെ പുള്ളിക്കാരൻ അത് ചെയ്തു. സോ ഹോൾ ഹാർട്ടഡ്ലി എൻ്റെ എൻ്റയർ ഫാമിലി അനിക്കുട്ടൻ മാമന് ഒരുപാട് നന്ദിയാണ്. ആൻഡ് അനിക്കുട്ടൻ മാമൻ ഇപ്പം നമ്മുടെ ഫാമിലിയിലൊരു പാർട്ടാണ്, അല്ലേ അമ്മ? എനിക്കത് ഉറപ്പായി നമ്മളെ ഫാമിലിയിലൊരു പാർട്ട്നറിൻ്റെ ഒരു നല്ലത് മാത്രം ഉണ്ടാവണം. അത് എത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കും അവന് വേണ്ടി. എനിക്ക് അമ്മയുടെ അടുത്ത് ചോദിക്കാനുള്ളത്, അമ്മയുടെ ഈ ഒരു 3 വർഷം ക്യാൻസർ സെൻറ്റേഴ്സിൽ മാത്രം ഓടി നടന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഈ ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ്സ്, നമ്മൾ ഈ നിമിഷത്തിൽ അഞ്ജു ചേച്ചിയെയും പാറു ചേച്ചിയെയും മറക്കാനേ പാടില്ല. അഞ്ജു, പാറു ചേച്ചി 2 പേരും RCCയിൽ തന്നെ. അഞ്ജു ചേച്ചിയും പാർവതിയും. കാരണം RCCയിൽ പാർവതി എൻ്റെ ഒരു ബന്ധുവാണ്. അതുപോലെ അഞ്ജു മോള് 2 പേരും അവരെനിക്ക് അവിടെ സഹായിച്ചത് ഒരു കാര്യത്തിനും. നമ്മൾ ഇങ്ങനെ ഒന്ന് എന്നും വന്ന് എന്താവശ്യമുണ്ടെങ്കിലും അവരുടെ വീട്ടിലെ ഒരു കാര്യം പോലെ അത്രയും ചെയ്ത് അതിലും മേലെ പാർവതി ആദ്യം പാർവതിയായിരുന്നു ഫുള്ളും. അവസാനം കുറേ കഴിഞ്ഞിട്ടാണ് അഞ്ജുവിൻ്റെ ആവശ്യങ്ങൾ എനിക്ക് വന്നത്. കാരണം ഞാൻ എല്ലാവരും കൂടെ ബുദ്ധിമുട്ടിക്കാമെന്ന് വിചാരിച്ച് പാർവതി പിന്നെ എനിക്ക് വേണ്ടി അങ്ങ് ജീവിക്കും പോലെ ആയി. പിന്നെ അവസാനം ബ്ലഡ് ബാങ്കിലാണ് അഞ്ജു. അവൾ എനിക്ക് ഒരുപാട് ഇപ്പം ഈ പറഞ്ഞ പോലെ ജീവിത അവസാനം വരെ എൻ്റെ കടപ്പാടിയും പ്രാർത്ഥനയും 2 മക്കളുടെ എനിക്ക് എൻ്റെ മാത്രമല്ല എൻ്റെ ഫാമിലിയുടെ ഒരു മെമ്പർ പോലെയായി അവരെത്ര. ആക്ച്വലി ഇത് പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ അവരൊരു ഇടം പിടിച്ചു കഴിഞ്ഞു. കടപ്പാടെന്നുള്ളത് എനിക്ക് അത് അറിയില്ല. ബിക്കോസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ഏതൊരു ഫാമിലി, ഏതൊരു മനുഷ്യൻ പോയാലും ഞാൻ എൻ്റെ മാക്സിമം, എനിക്കറിയാവുന്ന ആൾ എൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം അതിന് കൊടുക്കും. ആ നിമിഷത്തിൽ ഞാൻ അവിടെ ഒരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യില്ല. ആ മനുഷ്യനെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള മാത്രമായിരിക്കും എൻ്റെ എയിം. അതുപോലെ ആയിരുന്നു ഈ പറയുന്ന അനിക്കുട്ടൻ മാമനാണെങ്കിലും പാർവതി ചേച്ചിയാണെങ്കിലും അഞ്ജു ചേച്ചിയാണെങ്കിലും അവരുടെ എല്ലാം ഇൻറ്റൻഷൻ അത് തന്നെ ആയിരിക്കാം. അപ്പോൾ ഈ കടപ്പാടെന്ന് പറഞ്ഞാൽ അതിനൊരു വേറെ അർത്ഥമായി പോവും. ഞാനിപ്പോൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
കടപ്പാടില്ല. കടപ്പാടിൻ്റെ അല്ല ഈ ബന്ധം. അവരവരുടെ മനസ്സുകൊണ്ട് ചെയ്യുന്നതിനുള്ളത് ജീവിതം അവർക്ക് തിരിച്ചു കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആര് തന്നെ ആയാലും, ചീത്ത ആഗ്രഹിക്കുന്നവർക്ക് ചീത്ത തിരിച്ചു കിട്ടും, നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് തിരിച്ച് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആർക്കും ജീവിതം മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാകാനുള്ള അർഹതയില്ലെന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും നല്ലതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ ഈ ഒരു അസുഖം ഞങ്ങൾക്ക് തിരിച്ച് കിട്ടും 100% വിശ്വാസത്തോടെ ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്. അവളും അറിഞ്ഞില്ല മരിച്ചു പോകുന്ന എൻ്റെ മോൾ അറിഞ്ഞത് അന്ന് രാവിലെ, മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെയും 8:30 വരെ അവൾ സംസാരിച്ച് ആഹാരം കഴിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് ഈ ഒരു 15 മിനിറ്റ് മാത്രമാണ് അവൾ, ആ സമയത്താണ് അവൾക്ക് ഈ ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ചത്. അങ്ങനെയാണ്. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മരണമെല്ലാം ഒരുപോലായിരിക്കും ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ക്യാൻസർ വന്നാൽ രക്ഷപ്പെടുന്നവരുണ്ട്, അവരൊക്കെ വളരെ ഭാഗ്യം ചെയ്തവരാണ്. അവരെങ്ങനെ ആ ഒരു പാത്തിലോട്ട് എത്തി, മേ ബി ഏർലി ഡിറ്റക്ഷൻ, ഒരു ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നതും പിന്നെ ഏത് വെറൈറ്റി ഓഫ് ക്യാൻസർ ആണ് അവർക്കുള്ളതെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അവരുടെ ഒരു മൊത്തത്തിലുള്ള ഇമ്മ്യൂണിറ്റി. ഒരു നിശബ്ദ കൊലയാളി എന്നേ ഞാൻ പറയുള്ളൂ, ഇനി അങ്ങനെ പറയാൻ എനിക്ക് പറ്റുള്ളൂ. ഒരു നിശബ്ദ കൊലയാളി. ആ ഒരു അസുഖം ഈ ലോകത്തിന് നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് അതിനൊരു മരുന്ന് കണ്ടുപിടിക്കണം. ഈ ഒരു അസുഖത്തിനൊരു മരുന്ന്, നല്ല പ്രാവർത്തികമായി മരുന്ന് കണ്ടുപിടിച്ച് ലിംഫോമ ഏത് ക്യാൻസർ ആയാലും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു മെഡിസിൻ. അതെങ്ങനെയമ്മ അത് പറ്റുന്നത്? ഒരു ടൈപ്പ് ഒരു സ്റ്റേജ് ആയിരുന്നെങ്കിൽ പിന്നെ ലിംഫോമ ആയാലും, ഈ ലിംഫോമ തന്നെ ഏറ്റവും ക്യാൻസറിൽ ഏറ്റവും ഹോട്ട്കിൻസ് ലിംഫോമ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമെന്നാണ് തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഏറ്റവും നിസ്സാരം അല്ലാത്തൊരു നിശബ്ദ കൊലയാളിയെന്ന് ഞാൻ പറയണേ ഈ ലിംഫോമ. ഈ ഒരു അസുഖത്തിനെങ്കിലും ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ദൈവം ഏതെങ്കിലും നല്ല നല്ല ഡോക്ടേഴ്സിന് അതിനുള്ള ഒരു കഴിവ് കൊടുക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഇപ്പോൾ ദൈവവിശ്വാസം ഇല്ല. സോ അവരിപ്പോൾ ഇമോഷണലി പറഞ്ഞു പോകുന്നതാണ് ഇങ്ങനെ ദൈവം എന്നൊക്കെ. ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ദെയർ ഇസ് സം പവർ കൺട്രോളിങ് ഓൾ ഓഫ് us. ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ കൂടിക്കൊണ്ട് വരികയാണ്. ലൈക്ക് പണ്ടൊക്കെ 1000 ഒരാളെന്ന് പറയുന്നത് ഇപ്പോൾ 10 ഇനി 5 സോ എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്രിഗേർഡ് ആവുന്നതെന്ന്. എല്ലാവരുടെയും ബോഡിക്കകത്തൊരു ക്യാൻസർ സെല്ലുണ്ട്, അത് ട്രിഗർ ആവുമ്പോഴാണ് ക്യാൻസർ ആവുന്നത്. സോ അത് എന്താണ് എന്നൊക്കെ ഉള്ളത് ഓൺലി ലൈക്ക് പീപ്പിൾ ഹൂ ആർ ഇൻ ദ ഫീൽഡ് ക്യാൻ റിയലി ഗീവ് യു എക്സ്പ്ലനേഷൻസ്. ബട്ട് എങ്ങനെയെങ്കിലും ഒരു 60 വയസ്സ് വരെ ഈ അസുഖം വരാണ്ട്, ഈ അസുഖം എന്നല്ല, നമ്മളിത് കൂടെ കടന്നു പോയതുകൊണ്ട് ഈ അസുഖം ഞങ്ങൾക്ക് ഇറ്റ്സ് ലുക്കിംഗ് ബിഗ്. ബട്ട് ഇതുപോലത്തെ ഒരുപാട് ഡിസീസസ് ഉണ്ട്. ഞാൻ എൻ്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ വർക്ക് ചെയ്യാണ്, ഡോക്ടർ ആതിര. ഞാൻ അവളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഷീ വാസ് ടെല്ലിങ് ക്യാൻസർ ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് വി ആർ ഫീലിംഗ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ത്രെറ്റ്. ബട്ട് ഇതുപോലത്തെ ഒരുപാട് അസുഖങ്ങളുണ്ട്. സം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആർ ലൈക്ക് ബാഡ്. ഒരുപാട് ഈ ഫിഗറേറ്റീവ്ലി നമ്മളുടെ മുഖത്താണെങ്കിലും ബോഡിയിലാണെങ്കിലും കാഴ്ചയ്ക്ക് തന്നെ വികൃതമാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഡിസീസസ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ബോഡിയിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ഭയങ്കര ഭാഗ്യമാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യത്തിൽ ജീവിക്കുന്ന നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു കാര്യത്തിനും കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള അർഹതയില്ല. അതിലും ഇഫ് യു ആർ പ്രിവിലേജ്ഡ്, നിങ്ങൾക്കൊരു മാസം സമ്പാദിച്ച് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരവസ്ഥയിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പിന്നെ വേറെ ഒരു കാര്യത്തിലും നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യാനൊന്നും നിൽക്കരുത്. ബിക്കോസ് അങ്ങനത്തെ ഒരു ആരോഗ്യാവസ്ഥ മാറിത്തുടങ്ങുമ്പോഴാണ് ദ റിയൽ റീസൺ എന്താണെന്ന് വെച്ചാൽ റിയൽ അൺഫോർച്ചുനേറ്റ് ലൈഫ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഞാനിപ്പം അറ്റ് ദ മൊമെൻറ്റ്, ഈവൻ ദോ ഐ ലോസ് മൈ സിസ്റ്റർ, എൻ്റെ ചേച്ചി പോയി, എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും മാനസികാവസ്ഥകൾ വളരെ ഡിഫറെൻ്റാണ്. ഇവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെറിയ ചെറിയ വഴക്ക്, ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് ജീവിച്ചിരുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടേത്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഐ ലോസ്റ്റ് എ പാർട്ട് ഓഫ് മൈ മദർ, ഐ ലോസ്റ്റ് എ ബിഗ് പാർട്ട് ഓഫ് മൈ ഫാദർ. എന്നിട്ടും ഐ ആം സ്റ്റിൽ സ്റ്റാൻഡിങ് ബിക്കോസ്
എനിക്കിനി അങ്ങോട്ടുള്ള 40 വർഷങ്ങൾ സൾക്ക് ചെയ്ത് ജീവിക്കാൻ താല്പര്യമില്ല. സോ ഐ ജെനുവൻലി ഫീൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള ആരോഗ്യവും ബുദ്ധിയും അവസ്ഥയും സിറ്റുവേഷനും എനിക്കിപ്പോൾ ഉണ്ട്, നിലവിലുണ്ട്. സോ അത് ഉള്ളിടത്തോളം കാലം ഐ ആം ചൂസിങ് മൈ ഹാപ്പിനെസ്. ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എൻ്റെ കുടുംബം, അതായത് എൻ്റെ മാരീഡ് ലൈഫ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലിയെ എങ്ങനെ എനിക്ക് നോക്കണമെന്നുള്ള ഡിസിഷൻ ഞാൻ എടുക്കും. അതിന് മുമ്പോട്ടുള്ള ജീവിതത്തിൽ എന്നാണ് ഒരു തടസ്സം വരുന്നത്, ദെൻ ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. അല്ലാണ്ട് ഞാൻ പാസ്റ്റിൽ നടന്നതിനെക്കുറിച്ച് ഇനി സൾക്ക് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് എൻ്റെ ചേച്ചി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കൊച്ചിനെ തന്നിട്ടാണ് പോയിരിക്കുന്നത്. അവൻ്റെ കൈൻഡ് ഓഫ് മെൻ്റൽ മെച്യൂരിറ്റിയാണ് ഞാനിപ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ അവനിലോട്ടുള്ള പാതയാണ്. അവനിൽ എനിക്ക് അവളെ കാണാൻ പറ്റുന്നുണ്ട്. വൺ ഡേ ഓൾ ഓഫ് us ആർ ഗോയിങ് ടു ഡൈ. അതുകൊണ്ട് മരിച്ചു പോയ ഒരാളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഇനിയുള്ള ജീവിതത്തിൽ നേടിയെടുക്കാനുള്ളതെല്ലാം നേടിയിട്ടാണ് അവൾ പോയത്. സോ ഐ ഡോണ്ട് ഫീൽ ബാഡ്. ഐ ഫീൽ ബാഡ് ദാറ്റ് എൻ്റെയും വസുവിൻ്റെയും മുമ്പോട്ടുള്ള ജീവിതം വിറ്റ്നസ് ചെയ്യാൻ പാറുവിനെ പോലെ ഒരു സൂപ്പർ പേഴ്സണാലിറ്റി ഇല്ലല്ലോ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവളില്ലല്ലോ, എനിക്കൊരു പാത കാണിച്ചു തരാൻ അവളില്ലല്ലോ എന്നുള്ളതൊഴിച്ച് ഷീ ഹാസ് ഗിവൺ എ ബ്യൂട്ടിഫുൾ പാർട്ട് ഓഫ് ഹർ ലൈഫ് ഫോർ അസ് ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇപ്പോഴും മോൻ്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ അവൾ. മോനങ്ങനെ ഞാനങ്ങ് എന്തെങ്കിലും പറ്റിപ്പോയാൽ മോനെ അമ്മ എപ്പോഴും പറയും, അമ്മ അവൻ്റെ കൈ വിടരുത്, അമ്മ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചോളണം, എപ്പോഴും അവനെ നന്നായിട്ട് നോക്കണം, അവനെ നല്ലപോലെ നോക്കണം. അച്ഛനും അമ്മയും അവനെ അവൾക്കൊരു വാക്ക് കൊടുക്കേണ്ടി വന്നു, ഞാൻ നോക്കിക്കോളാം. ഞാൻ ഒരു ആയുസ് എത്രയെന്ന് പറഞ്ഞോളൂ, ദൈവം 61 വയസ്സായി. പറയാൻ പറ്റില്ലേ? പക്ഷേ ഉള്ള ആയുസിൽ പിന്നെ അമ്മ ഉണ്ടല്ലോ എന്നുള്ള സമാധാനം അവൻ്റെ അച്ഛനുണ്ട്. എല്ലാം ആ ഒരു സമാധാനം ഞാനുള്ളത് വരെ അവന് ഞാൻ ഭംഗിയായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം അവനെ നല്ലൊരു മോനായിട്ട് വളർത്തി. അവളെ ആഗ്രഹം ഇനി ഒരു 3 വർഷത്തോടെ കഴിയുമ്പോൾ അവൻ തന്നെ ഇവരെയൊക്കെ നോക്കും. എന്നെക്കൊണ്ട് കഴിയണം അവൾ അമ്മ നോക്കണേ, അവൻ്റെ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് അറിയാമോ, അമ്മ അവനെ ഒരു വിഷമം ഉണ്ടാക്കല്ലേ, അമ്മ നോക്കണേ, നന്നായിട്ട് നോക്കണേ എന്ന് പാട്ട് പാടുമ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ആശുപത്രിയിൽ. എനിക്ക് വയ്യ, ഞാൻ അവിടെ വീട്ടിൽ വന്നാലും എനിക്കെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റില്ല, അമ്മയാണ് എല്ലാം നോക്കാനുള്ളത്, അമ്മു ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ നോക്കും, അമ്മയാണ് നോക്കാനുള്ളത് എപ്പോഴും അത് തന്നെ. ഞാൻ വാക്ക് കൊടുത്തു മക്കളെ, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അവൻ്റെ കൈ വിടുകയില്ല. ഒരു കയ്യിൽ അവൻ്റെ കൈ എപ്പോഴും പിടിച്ചേക്കും. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു. അതുപോലെ ഞാൻ എന്നെ കൊണ്ട് കഴിയും പോലെ, ആരോഗ്യം ഇല്ലെങ്കിലും ആരോഗ്യം ഉള്ളതുപോലെ ഞാൻ ജീവിക്കും കൊച്ചിന് വേണ്ടി. അമ്മയ്ക്കും കൂടെ വേണ്ടി ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് ഇവർക്ക് ഈ വേറൊരാൾക്ക് വേണ്ടി ജീവിച്ച് അവസാനം അർത്ഥമില്ലാത്ത ഒരു മരണമാണ് ഗിഫ്റ്റായിട്ട് കിട്ടാൻ പോകുന്നത്. അതുപോലെ അച്ഛന് അവളെപ്പോഴും അവൾക്ക് സമാധാനം അതായിരുന്നു. അച്ഛൻ മോൻ്റെ കാര്യങ്ങളെല്ലാം അച്ഛനെ കൊണ്ട് പറ്റും. അവൻ്റെ 3 വർഷം അച്ഛനാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. സ്കൂളിൽ കൊണ്ട് വിടുന്നത് എൻ്റെ അച്ഛൻ, അവൻ്റെ ഡ്രസ്സ് ചെയ്ത് അപ്പൂപ്പനാണ് അവൻ്റെ കാര്യങ്ങൾ. അവനും ഇപ്പം അങ്ങനെയാണ്. അവൻ്റെ ഒരു പാർട്ടാണ് അപ്പൂപ്പൻ ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം. ഞാൻ പറയുന്നത് എൻ്റെ അച്ഛനെ ഏറ്റവും മനസ്സിലാക്കിയിട്ടുള്ളത് വസുദേവാണ്, എൻ്റെ നെഫ്യൂ. അച്ഛൻ്റെ മൂഡ് മാറുന്നത്, അച്ഛൻ്റെ ദേഷ്യമൊക്കെ കുറച്ച് അൺറീസണബിളാണ്. അപ്പോൾ അതെല്ലാം വസുവിന് മനസ്സിലാവും, എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. സോ അവൻ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ അറിയാം. പക്ഷെ അതിപ്പോൾ എനിക്ക് ഡൗട്ട്സ് ഉണ്ട്. ചിലപ്പോൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ ആണല്ലോ ഈ നമുക്ക് ഈ അനാവശ്യമായ തോട്ട്സൊക്കെ വന്നു തുടങ്ങുന്നത്. ആ സമയമാകുമ്പോൾ ഈ മെച്യൂരിറ്റി പോവാതിരുന്നാൽ മതിയായിരുന്നു. സോ yeah, that's all about what we had to share. അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് ജീവിക്കുമ്പം നല്ല സമാധാനമായിട്ട് ജീവിക്കണം. ഒരു തടസ്സം നമ്മളെ മുമ്പോട്ടുണ്ടെങ്കിൽ ആ തടസ്സത്തെ ഞാൻ കളയണം, വെട്ടി മാറ്റണം. അമ്മ മാറ്റിയോ? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അതല്ല. അത് പറ. അവൾ അനുഭവിച്ച കാര്യങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത്. അവൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു. ഒരു അമ്മയെന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് പറഞ്ഞിട്ടും കാര്യമില്ല. അവൾ ഒരുപാട് അനുഭവിച്ചതൊക്കെ എന്നോട് മാത്രം പറയും. അതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കും. ഒരിക്കലും
നമുക്കൊരിക്കലും പറ്റില്ല എന്ന് മനസ്സിൽ തോന്നിയാൽ പിന്നെ അതിനെ എങ്ങനെയെങ്കിലും പറ്റിക്കാം എന്ന് വിചാരിച്ച് ഒരിക്കലും ജീവിക്കരുത്. അതായിരിക്കും ഏറ്റവും വിഷമം ജീവിതത്തിൽ. സന്തോഷം കിട്ടൂല, സന്തോഷമായിട്ട് മരിക്കാനും പറ്റില്ല. ഇല്ല, അമ്മയുടെ ഒരു അഭിപ്രായത്തിൽ ഒരു പെൺകുട്ടി വളർന്നു വരേണ്ടത് എങ്ങനെയാണ് ഈ സമൂഹത്തിൽ? ഞാൻ പറയുന്നത് പെൺകുട്ടികൾ അവനവൻ്റെ കാലിൽ ഒരു ജോലി കിട്ടിയിട്ട് മാത്രം മുമ്പോട്ടുള്ളൊരു ജീവിതം, കല്യാണ ജീവിതമൊക്കെ ആലോചിക്കണം. നല്ല അവനവന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാനം വേണം. ഒരു പെൺകുട്ടിയായ അവൾക്ക് ആരുടെ അടുത്ത് കഴിഞ്ഞ് കിട്ടേണ്ട അവസ്ഥ വരാതെ അവൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് അവൾ ജീവിക്കുന്ന, പിന്നെ അവളൊരു ജീവിതം കല്യാണം വേണം. ഒരിക്കലും മുമ്പ് ഒരു തടസ്സമായിട്ട് നമുക്ക് ആ തടസ്സം വച്ചുകൊണ്ട് നമുക്കങ്ങ് ജീവിക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് അതൊരിക്കലും വേണ്ട, അത് പാടില്ല. തടസ്സങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നവർ ആ തടസ്സമില്ലാതെ ജീവിക്കണം. തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം മാറ്റിയിട്ട് അങ്ങ് ജീവിക്കണം. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണം ജീവിതത്തിൽ എന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുക്ക കോംപ്രമൈസ് ചെയ്ത് ജീവിക്കരുത്. അതും ഒരു ഹ്യൂമൻ ബീങ് ആണ്. അവർക്ക് സന്തോഷം വേണം. സങ്കടപ്പെട്ട് മുമ്പോട്ട് പോവുകയേ ചെയ്യരുത്. പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പഠിച്ചത്. അത് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. അത് കറക്റ്റാണെന്ന് എനിക്കും തോന്നുന്നു. അതെനിക്ക് വളരെ കൊച്ചിലെ തന്നെ മനസ്സിലായിരുന്നു. ഈ അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. എപ്പോഴാണോ അഡ്ജസ്റ്റ്മെൻറ്റ് കോംപ്രമൈസിലോട്ട് എത്തുന്നത് പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലേ? ഇല്ല, അപ്പം തന്നെ സ്വന്തം ജീവിതം ഒരു തീരുമാനം എടുക്കണം. ഈ ഡീൽ ബ്രേക്കേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മളുടെ കോംപ്രമൈസ് നമ്മുടെ റെസ്പെക്റ്റ് വിട്ടുകൊടുത്തിട്ടുള്ള കോംപ്രമൈസ് ആണെങ്കിൽ പിന്നെ ഒരിക്കലും അതിനു വേണ്ടി നിന്നോടുത്തിട്ട് കാര്യമേ ഇല്ല. അപ്പോൾ ഒരു സ്റ്റാൻഡ് എടുക്കാൻ നമുക്ക് വേണ്ടത് ഒരു സ്ഥിര വരുമാനമാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ പറ്റുന്ന പൈസ വേണം. അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി കാരണം ആ കോംപ്രമൈസിൽ നമ്മളെപ്പോഴും ഇങ്ങനെ റിലാക്സ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരെന്ത് പറയും എന്നുള്ളൊരു ഫീലിംഗ് ഒരിക്കലും ഒരു പെൺമക്കൾ അച്ഛനമ്മയ്ക്ക് വരാൻ പാടില്ലെന്നാണ് ഞാൻ പഠിച്ചത്. നാട്ടുകാരെ പേടിച്ച് നമ്മൾ ആ കുട്ടിയെ ജീവിതം എങ്ങനെയെങ്കിലും തള്ളി നീക്കാൻ പ്രേരിപ്പിക്കും. പക്ഷെ അത് ജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും വലിയൊരു ഫെയിലിയറാണ്. ഒരിക്കലും അത് ചെയ്യരുത്, പറ്റൂല. നാട്ടുകാരെന്ത് പറയുന്നുള്ള ഒറ്റ റീസണിൽ ഒരിക്കലും ആ കൊച്ചിന് അതിനെന്താണ് സമാധാനം കിട്ടാൻ ആവശ്യം അത് ചെയ്തു കൊടുക്കണം. അല്ലാതെ മറ്റേ വശം ചിന്തിക്കുകയൊന്നും ചെയ്യരുത്. അതെ. അമ്മയുടെ അഭിപ്രായത്തിൽ ഒരു ഫാമിലി ലൈഫ് കാരണം ഒരു മാരീഡ് കപ്പിളിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾ വേണമെന്ന് കാണും, വേണ്ടാത്തവർ കാണും. ഒരു കൊച്ചുണ്ടായി കഴിയുമ്പോൾ എല്ലാവരും പറയും അങ്ങനെയൊന്നുമല്ല, ഹസ്ബൻഡിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ലൈഫിൽ ഒരേപോലത്തെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണോ? ബിക്കോസ് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഒരു കൊച്ചു ജനിച്ചു കഴിയുമ്പം അച്ഛനെക്കാട്ടിലും ചേഞ്ച് വരുന്നത് ഒരു അമ്മയുടെ ലൈഫിലാണ്. ഉറപ്പായിട്ടും അച്ഛനും ചേഞ്ച് വരുന്ന അച്ഛന്മാരും ഉണ്ട്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ അമ്മയ്ക്ക് ഒരു കുഞ്ഞായ പിന്നെ ആ കുഞ്ഞിനെ റൗണ്ട് ചെയ്തുള്ളൊരു ജീവിതം തന്നെ ഉള്ളത്. അതിനെ വിട്ട് നമുക്കൊരു ജീവിതമേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പം കുഞ്ഞ് വേണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് എപ്പോഴും അമ്മയുടെ ഇഷ്ടത്തിനായിരിക്കണ്ടേ? അമ്മ അതിൽ റെഡിയാണോ? അമ്മയ്ക്ക് ആ ഒരു കുഞ്ഞിനെ വളർത്തി എന്ന് വെച്ചാൽ ആ ജീവിതം മാറയല്ലേ? അത് നോക്കണം. അപ്പം അതൊരു വലിയ ഡിസിഷൻ അല്ലേ എടുക്കേണ്ടത്? ഒറ്റയ്ക്കൊരു കൊച്ചിനെ വളർത്താനുള്ള ഒരു പക്വത എല്ലാവർക്കും കാണില്ല. വളരെ കുറച്ച് കുട്ടികളെ കാണുള്ളൂ അങ്ങനെ റിസ്ക് എടുത്ത് ജീവിക്കണം. അല്ലെങ്കിൽ രണ്ടുപേരും കൊച്ചിൻ്റെ കൂടെ കടപ്പാടോടെ ജീവിക്കാനുള്ള ആൾക്കാരായിരിക്കണം. ഒരുപോലെ കൊച്ചിനെ അതിനെ സെൻട്രലൈസ് ചെയ്ത് അച്ഛനും അമ്മയും ജീവിക്കണം. അല്ലാതെ നീ നോക്ക് എന്നും പറഞ്ഞ് അതിനെ ഈ സൊസൈറ്റി പ്രഷറാണതും. കല്യാണം കഴിയുന്ന ഒരു കുട്ടി ഉടനെ തന്നെ ഒരു അമ്മയാവണം എന്നുള്ള ഒരു പ്രഷറുണ്ട്. ചോദ്യത്തിൻ്റെ ആൻസർ അത് ഈ കുട്ടിയുടെ പാരൻസിനൊരു പ്രഷർ, എത്രയും പെട്ടെന്ന് കുഞ്ഞിക്കാല് കാണിക്കണം. അപ്പോൾ അമ്മ ഈ സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അതിലോട്ട് ഓർത്തത്. അപ്പോൾ അതും ഒരു ലൈഫ് ഡിസൈഡിങ് ഫാക്ടറാണ് അല്ലേ? ഈ കുഞ്ഞ് വേണം, പൂർണ്ണത ആവണമെങ്കിൽ കുഞ്ഞ് വേണം. പക്ഷേ പൂർണ്ണത എന്താ? അത് ഒരു കുഞ്ഞ് അച്ഛനും അമ്മ, അതാണ് കോൺസെപ്റ്റ്. ഒരു കുഞ്ഞു ഇഷ്ടമുള്ളതുപോലെ അവരുടെ സാമ്പത്തിക നില അനുസരിച്ച്. പക്ഷേ ചുമ്മാ കുഞ്ഞിനെ ആക്കി വെച്ചിട്ട് അതിനൊരു ബാധ്യതയായിട്ടെടുത്ത് കാണരുതാരും. അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ വേണ്ടെന്ന് വയ്ക്കണം.
അതെ. ഇപ്പം ഞാൻ കാണുന്ന സർക്കിളിലാണെങ്കിൽ ഒരു ഭാര്യ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഹസ്ബൻഡ് പ്രിപ്പയർഡ് ആവും. ഈ അമ്മ 9 months കുഞ്ഞിനെ കൺസീവ് ചെയ്യുന്ന അമ്മയെ നോക്കണം. ആ അമ്മയെ നല്ല ഹാപ്പി ആയിട്ട് വെച്ച് നോക്കി കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടായാലോ, അതുകൊണ്ട് ആ ഡിപ്രഷൻ വന്നാലും വന്നില്ലെങ്കിലും അമ്മ ഫീഡ് ചെയ്യുന്ന സമയത്ത് കോംപ്രമൈസ് ചെയ്യുന്ന സ്ലീപ്പ്, ഉറക്കമില്ലായ്മ ഒരാളിൽ എന്ത് വേണോ ഉണ്ടാക്കാം. അപ്പോൾ ആ ഇൻസുമാനിക് ആയിട്ടുള്ള ഒരു അമ്മയെ ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ ഓവർനൈറ്റ് ഉറങ്ങാതിരിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അമ്മയും കൂടെ സേഫ് ആക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അച്ഛന്മാരെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്രയും സേഫായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആണുങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പണ്ടത്തെ പോലെ ഭാര്യയെ പ്രഗ്നൻ്റ് ആക്കുന്നു, ഭാര്യയെ പ്രസവിക്കുന്നു, ഭാര്യ കൊച്ചിനെ നോക്കി ജീവിച്ചോണം, ഞാൻ പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഭാര്യ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കും എന്നുള്ള ആ ഒരു മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള ആണുങ്ങളുടെ ലോകത്തല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സോ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരങ്ങൾ വരണം. ഈ വാട്ട് ഈസ് ഈ മാസ്കുലിനിറ്റി, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് overpowering women, overpowering the status of women and showing them what to do. അവരെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആർക്ക് വേണ്ടി ചെയ്യണമെന്നൊന്നും ഡിസൈഡ് ചെയ്യേണ്ടതും ആണല്ല എന്നുള്ള ഒരു അവെയർനെസ് അതിപ്പോൾ ഉണ്ട്, നിലവിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും ഇൻ ജനറൽ ആണെങ്കിലും എഡ്യൂക്കേറ്റഡ് മെൻ നൗ ആർ വെരി വെരി ഓപ്പൺ മൈൻഡഡ്. റാദർ ദേ നോ ഹൗ ടു ട്രീറ്റ് എ ഫീമെയിൽ. അത് ഇതുവരെയും മനസ്സിലാവാത്ത ആണുങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ടേക്ക് ദിസ് ആസ് എ ഹിൻറ്റ്. സോ യു ക്യാൻ ചേഞ്ച് അറ്റ് എനി പോയിൻറ്റ്. അല്ല, ചേഞ്ച് ചെയ്യാനേ പറ്റില്ല, ജനറ്റിക്കലി തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കല്യാണം കഴിക്കരുത്. അല്ലെങ്കിൽ അടിമത്വം ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട്, അങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കുക. അല്ലേ, അങ്ങനെ ഞാൻ ജോലി ചെയ്തോളാം, വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്തോളാം, എനിക്ക് എൻ്റെ ചേട്ടൻ പൈസ കൊണ്ട് തന്നാൽ മതി, ആ ചേട്ടൻ പറയുന്നതാണ് എൻ്റെ ജീവിതം, അതാണ് എൻ്റെ ലോകം, ഞാൻ എല്ലാം കീഴടങ്ങി നിൽക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ടല്ലേ, എഡ്യൂക്കേറ്റഡ്, അത് ആഗ്രഹിക്കുന്ന, അതിലൊരു തെറ്റുമില്ല. ദാറ്റ് ഈസ് ഓൾസോ എ വേ ഓഫ് ലൈഫ്. അത് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ ദയവ് ചെയ്ത് കല്യാണം കഴിച്ച് അവർക്ക് അവർ ആഗ്രഹിക്കുന്ന അതുപോലത്തെ ഒരു ജീവിതം കൊടുക്കൂ. അല്ലാണ്ട് വലിയ ആംബിഷ്യസ് ആയിട്ടുള്ള ലോകം കീഴടക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അതൊന്നും നടക്കില്ലെങ്കിൽ പോലും അത് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്, പെൺകുട്ടികൾ. അവരെ പൈസ കൊടുത്ത് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ പാരൻസിനും അവരെ നല്ല രീതിയിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ സ്ട്രോങ് ഹെഡഡ് ആയിട്ടുള്ള പെണ്ണുങ്ങളെ കണ്ടുപിടിച്ച് നിങ്ങളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു സബ്മിസീവ് ഒപ്പീനിയൻ അവരിൽ ചാർത്തി രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കി ഫാമിലി ലൈഫ് കുളമാക്കാതെ ചേരുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കുക. ആൻഡ് ഇഫ് ഇറ്റ് സ്റ്റിൽ ഗോസ് റോങ്, ഞാനോ എൻ്റെ അമ്മയോ ഉത്തരവാദിയല്ല, നിങ്ങളുടെ തലയിലെഴുത്താണെന്ന് അങ്ങ് വിചാരിക്കുക. എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുപാട് പേര് ഈ ലോകത്തില്ല, ഒരുപാട് പേര് എൻ്റെ മോൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ മോളെ ജീവൻ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, പക്ഷേ എന്തോ ദൈവത്തിന് പോലും കഴിഞ്ഞില്ല തിരിച്ചു തരാൻ. ഇപ്പം ആ ഒരു ശക്തിയിലൊന്നും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ അവർക്കെല്ലാവർക്കും എൻ്റെ നന്ദി, ഒരുപാട് നന്ദി എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കൊക്കെ. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ അറിയുന്നവരാണ് നിങ്ങൾ ഈ കാണുന്ന ഏതെങ്കിലും ഓഡിയൻ്റ് എങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടാവാവുന്ന എന്ത് സഹായം ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. വി ആർ ദെയർ ഫോർ യു. നിങ്ങൾ എന്തിൽ കൂടെയാണോ കടന്നു പോകുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളെന്ന് സംസാരിക്കുന്നവരായിരിക്കില്ല, പക്ഷേ പ്ലീസ് ഗീവ് എസ് എ കോൾ ഇഫ് യു നീഡ് സംബഡി ടു ടോക്ക് ടു. എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിലോ എന്തെങ്കിലും ഒരാളായിട്ടൊരു ഉപയോഗം, വാട്ട് എവർ ഇസ് അണ്ടർ അവർ കപ്പാസിറ്റി വി വിൽ ഡു. സോ reach out to us if you need help. Yeah, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്യാം. ആവശ്യമുള്ളവർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരുപാട് അനുഭവങ്ങൾ വന്ന് പഠിച്ച ആൾക്കാരാണ്. എന്തുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോവാം, എങ്ങനെ മുമ്പോട്ട് പോവാം, അതൊക്കെ അനുഭവിക്കുന്നവർക്കേ അറിയാവൂ അല്ലേ. അതിൻ്റെ ആ ഒരു RCCയിലൊരു പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആ അനുഭവിക്കുന്ന
കൂടെ അതിനെ നോക്കി നടത്തുന്നവർക്കേ അറിയാവൂ അതിൻ്റെ ആ വിഷമങ്ങൾ എത്രയാണെന്ന്. എന്തെല്ലാം ആ അനുഭവിക്കുന്ന പേഷ്യൻ്റ് അവരെന്തുമാത്രം അനുഭവിച്ചിട്ടാണ് അവരുടെ ജീവിതം. മരിച്ചു പോയാൽ പോലും അനുഭവിച്ചങ്ങ് അറ്റമായിട്ടായിരിക്കും അവർ മരിക്കണം. ഞങ്ങൾ കണ്ടു പിഞ്ചു കുഞ്ഞുങ്ങൾ തൊട്ട് വലിയ വയസ്സായ അമ്മൂമ്മ അപ്പൂപ്പന്മാർ വരെ ഈ ഒരു രോഗാവസ്ഥയിൽ കഷ്ടപ്പെട്ട് നടക്കുന്നവരെ നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ഇങ്ങനെ വരും അങ്ങനെ വരും. വരുന്നവരെന്ന് പറഞ്ഞാൽ അത്രമേൽ പുണ്യം ചെയ്ത ആത്മാക്കളായിരിക്കും. അതിജീവിച്ച് സുഖമായിട്ട് ജീവിക്കണം. ഒരുപാട് പേർക്ക് അതിന് കഴിയിട്ടെന്നാണ് എൻ്റെ പ്രാർത്ഥന. ദൈവം എന്നുള്ള ശക്തി ഉണ്ടെങ്കിൽ കഴിയുന്ന അത്രയും പേര് അതിജീവിച്ച് വരണം. പക്ഷേ അതിജീവിക്കുന്നവർ പോലും അവർക്കും ബാധ്യതയാണ് മുമ്പോട്ടുള്ള ജീവിതം. അതെ, ഓരോ വർഷവും അനുഭവിക്കുന്ന സ്ട്രെസ് ഉണ്ടല്ലോ, ഇത് തിരിച്ചു വരുമോ എന്നുള്ളൊരു പേടി. അതിൽ കൂടെ ജീവിക്കുന്നതും വേറെ ഒരു വളരെ ദുരന്തകരമായ അവസ്ഥയാണ്. ആ ഒരു 5 years ഓഫ് ടെസ്റ്റ് ഉണ്ട്. എവറി 1 year ടെസ്റ്റ് എടുത്തുകൊണ്ടേ ഇരിക്കണം. 5 yearsഉം റീലാപ്സ് വന്നില്ലെങ്കിലാണ് പിന്നെ അങ്ങോട്ടൊരു നോർമൽസി എന്ന് പറയാൻ പറ്റുന്നത്. സർക്കാരിന് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇവർക്ക് വേണ്ടി ചെയ്യണം. അതൊരു അപേക്ഷയാണ്. കാരണം അവിടെ ഒന്നും ഫ്രീ ഇല്ല, എല്ലാം പൈസ കൊടുത്താലേ ചെയ്യാൻ പറ്റും. RCC ആയാലും ക്യൂ നിന്ന് ഈ നമ്മൾ കൊടുക്കുന്ന നികുതി പൈസയും വാങ്ങിച്ചുകൊണ്ട് വിദേശത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന നമ്മളെ ഭരണകർത്താക്കൾ ആണ് ഇത് ആലോചിക്കാനുള്ളത്. ഇവിടെ ഈ വലുതായ വയസ്സായ ആൾക്കാരെല്ലാം ജീവിക്കാനുള്ളത്. കൊച്ചു കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ RCCയിൽ പീഡിയാട്രിക് വാർഡിൽ ചെന്ന് നോക്കണം. അവർക്ക് കൊടുക്കണം ആ പൈസ എത്ര, അവരെ കൊടുത്ത് അവർ ജീവിതം തിരിച്ചു പിടിച്ചു കൊടുക്കണം. അല്ലാതെ നമ്മൾ വയസ്സായിട്ട് 80 ദിവസം 90 ദിവസമായിട്ട് ഓടിപ്പോയി ചികിത്സിച്ച് രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല. ഈ ഒരു കോൺസെപ്റ്റിൽ ഭരിക്കണവരെങ്കിലും ചിന്തിക്കണം ഇനിയെങ്കിലും. പിന്നെ എനിക്ക് അമ്മയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇപ്പം നമ്മളെന്തായാലും ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ജീവിതത്തിൽ അമ്മ എന്തൊക്കെ നേരിട്ടു, അമ്മയ്ക്ക് എന്തൊക്കെ, ഇത് മാത്രമല്ല ഇതിപ്പം വലിയൊരു ഇതായിട്ട് വന്ന് പെട്ടെങ്കിലും അതിന് മുന്നേ ആണെങ്കിലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ, ഒരുപാട്. പക്ഷെ അതിപ്പോൾ നോക്കുമ്പോൾ അതെല്ലാം വളരെ ചീള് മാറ്ററായിട്ട് തോന്നുന്നു. ബട്ട് ഇത്രയും നേരിട്ടതിന് ശേഷം അമ്മ ഇപ്പം 61 അമ്മ ഇപ്പം ഓൺ ഗോയിങ്. ഞാൻ പറയും ഈ ഒരു മകളുടെ മരണം നേരിട്ടെന്നുള്ളത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അമ്മയൊരു പേഴ്സണായിട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഒരു പേഴ്സണായിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ലൈഫിൽ ഈ ഒരു അസുഖം വരാത്തിടത്തോളം നമ്മളെപ്പോഴും കുറച്ച് ഭാഗ്യമുള്ളവരാണെന്ന് വിശ്വസിക്കണം, ഇല്ലേ? എന്ന് വെച്ചാൽ അതിൻ്റെ ആ അസുഖം ആ ഒരു ട്രീറ്റ്മെൻറ്റ് നേരിടുന്നവരെ പോലെ കഷ്ടപ്പെടുന്ന വേറെ ആൾക്കാരില്ല. നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് വേറൊരു ലെവൽ ഓഫ് സാക്രിഫൈസ് ആണ്. അതല്ലാതെ ബീയിങ് ദാറ്റ് പേഷ്യൻ്റ് ഇറ്റ് സെൽഫ് ഇസ് ഹെൽ. അപ്പം അങ്ങനെ ഒരു ഇതിൽ അമ്മയ്ക്കിപ്പോൾ അമ്മ ഇത്രയും നേരിട്ടു. അമ്മ വളരെ സ്ട്രോങ് ആണ്. ബിക്കോസ് ഇത് നടന്ന സമയത്തെല്ലാം ഞാൻ വിചാരിച്ചു നോക്കി ഇനി എനിക്ക് അമ്മയും കൈവിട്ട് പോയൊരവസ്ഥയിലോട്ടൊക്കെ പോകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വസു എൻ്റെ നെഫ്യൂവിന് വേണ്ടിയാണോ എനിക്ക് വേണ്ടിയാണോ രണ്ടുപേർക്കും വേണ്ടിയാണോ എന്നറിയില്ല, അമ്മയും അച്ഛനും അവരെ കൊണ്ട് പറ്റുന്ന പോലെ നോർമൽ ആവാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഐ എം വെരി വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ബിക്കോസ് ഇവർ രണ്ടുപേരും വീണ് പോയാൽ പിന്നെ മുമ്പോട്ടുള്ള ലൈഫിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, വസുവിൻ്റെ കാര്യം അതിൽ നിന്നും വലിയ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇവർ രണ്ടുപേരും ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഐ ബിലീവ് ഗുഡ് തിങ്സ് ക്യാൻ ഹാപ്പൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഈ എല്ലാം മറന്നിട്ട് ഇനി അങ്ങോട്ട് അമ്മയുടെ ലൈഫ് എങ്ങനെ ആവണമെന്നാണ് ആഗ്രഹം? ഇനിയും ഉണ്ടല്ലോ, നീയും ബസ്സും ഉള്ളതുകൊണ്ട് മുമ്പോട്ട് ജീവിച്ചേ പറ്റൂ. എത്ര ഷുഗറുണ്ട്, ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങൾക്കൊരു നല്ല ഭാവി, മോന് നിനക്ക് ഇത്രയും പ്രായമായി, നിനക്ക് സ്വന്തം കാര്യം നോക്കാനുള്ള അറിവും പക്വതയും ഉണ്ട്. അതിനനുസരിച്ച് നല്ലൊരു ഭർത്താവിനെയും കിട്ടിയിട്ടുണ്ട്. അവനിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവൻ നന്നായിട്ട് നിന്നെ സംരക്ഷിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ ഈ കുഞ്ഞിനെ ഒന്ന് വളർത്തി വലുതാക്കി അവന് ഒരു നല്ല പൗരനായിട്ട് കൊണ്ടുവരാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. കൊണ്ടുവരും. അത് തന്നെ. അവനെ വളർത്തി അവൻ്റെ അച്ഛനും ഉണ്ട്, അവന് സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ അച്ഛനും ഉണ്ട്. അവൻ്റെ അച്ഛൻ എന്തിനും തയ്യാറായിട്ട് അവൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ അവൾ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയതൊക്കെയാണ്. ആ വിശ്വാസത്തിലാണ് അവളെ കണ്ണടഞ്ഞത്. അതിനൊരു മാറ്റം വരുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല. അവന് പക്വത ആവണവരെ അവൻ അവന് വസു എന്തായാലും സൂപ്പറായിട്ട് വളർന്നു വരും. അതല്ലാണ്ട് അമ്മയ്ക്ക് ആസ് എ പേഴ്സൺ അതാണ് എൻ്റെ സന്തോഷം. ഇനി ഒരു ആഗ്രഹങ്ങളും ഇല്ല.
നിനക്കൊരു കുഞ്ഞായി അതിനെയും വളർത്തി അതിനെയും നോക്കി ഇവനെ നോക്കി അതൊക്കെ അച്ഛനും ഞാനും വയസ്സായി ഇത്രയും വയസ്സൊക്കെ ആയിരിക്കണം. വലിയ വലിയ അസുഖങ്ങളൊന്നും വരാതെ എങ്ങനെയെങ്കിലും ഇപ്പോൾ ഉള്ളതുപോലെയെങ്കിലും അവനൊരു 10-17 വയസ്സാവണവരൊക്കെ ജീവിക്കണമെന്ന് ഭയങ്കര കൊതിയാണ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ. ആ കൊതിയോട് തന്നെ ജീവിക്കണം. അവന് അത്രയൊക്കെ ആയാൽ പിന്നെ അവൻ്റെ കാര്യങ്ങൾ നോക്കാറാവും. അതൊക്കെ എന്തായാലും ഇവർ നിൽക്കും. ഇവരുടെയൊക്കെ ഒരു വിൽ പവറും ഇതുവരെ വന്ന സ്ട്രഗിൾ ലൈഫും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ കിടന്നു പോകരുത്. അത്ര ഒരു ദിവസം പോലും അസുഖമായിട്ട് ബെഡിനായിട്ട് ഇങ്ങനെ കിടന്ന് അതെനിക്കിപ്പോൾ ഓർക്കാനേ ഒക്കില്ല. അങ്ങനെ ഒരു അവസ്ഥ വരരുതെന്നേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. ആ കണ്ണുനീർ തുള്ളി ഒന്ന് തുടയ്ക്കൂ. ഞാൻ നല്ല കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കണം, അപ്പോഴും സംസാരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിന് എൻ്റെ ജീവിതകാലം മുഴുക്കെ എനിക്ക് എൻ്റെ ഒരു തീരാ ദുഃഖത്തോടെയല്ലേ എനിക്ക് ജീവിക്കാക്കുള്ളൂ. അമ്മ ശരിയാണ്, പക്ഷെ നമ്മൾ മുമ്പോട്ട് പോകണ്ടേ അമ്മേ? പോകണം. അവളുള്ളതുകൊണ്ട് എന്തായാലും മുമ്പോട്ട് പോവും. നിൻ്റെ അവൻ്റെയും കാര്യം കിടക്കില്ല, അതുകൊണ്ട് എന്തായാലും മുമ്പോട്ട് പോവും. പോവാതെ പിന്നെ നിന്നെ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മോളെ കിട്ടിയത് എനിക്ക് ഭയങ്കര ഒരു ഒരു അനുഗ്രഹമാണ്. കാരണം എന്ത് വന്നാലും എനിക്ക് ഒരു ആൺകുട്ടി ഇല്ലാത്തുള്ളൊരു വിഷമമില്ല. അതും അതേ ഒരു അവസ്ഥയിലാണ് എന്നെ സംരക്ഷിക്കുന്നതും ഞങ്ങളെ നോക്കുന്നതും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും എല്ലാം. അപ്പം നിനക്ക് ദൈവം അതിനുള്ളൊരു ശക്തി എന്നും തന്ന് നിന്നെ ഇനി നീയേ ഉള്ളൂ, നീയും ബസ്സും അതൊന്നും നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ഭയങ്കര അങ്ങ് ഹാഷ് ബുഷ് ഭയങ്കര ലാവിഷല്ല, ഒരു സാധാരണ കുട്ടിയായിട്ട് വളർന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടെ ജീവിച്ച് സാധാരണ ലെവലിൽ അവനവന് ജീവിക്കാനുള്ളത് മതി. അത് ആ ഒരു ജീവിതത്തിൽ അങ്ങ് ജീവിച്ച് പോണ കണ്ടാൽ മതി. എത്രയുള്ള ആഗ്രഹം. ഇനി അമ്മയ്ക്ക് എനിക്ക് തരാൻ എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? പെട്ടെന്ന് കുട്ടിയാവണമെന്ന് മാത്രം പറയരുത്. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്, അവരവരുടെ ഇഷ്ടം. നമ്മളിവിടെ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ നമുക്കും കാണാം, സന്തോഷിക്കാം, അത്രേ ഉള്ളൂ. 17 വർഷത്തിനുള്ളിൽ എന്തായാലും നടപടി ഉണ്ടാക്കാം. അമ്മ ബാക്കി പറ. വേറെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റും വേണം, സഹജീവികളുടെ ഒരു കരുണ വേണം. ഒരാൾ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അത് കണ്ടില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞ് നിൽക്കരുത്. എന്ത് വന്നാലും സഹായിക്കണം, നമ്മളെക്കൊണ്ട് കഴിയുന്നത്ര സഹായിക്കണം. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. വിശന്ന് വരുന്ന ഒരാളിന് ആഹാരം കൊടുക്കണം. വിശന്നൊരാൾ വരണമെങ്കിൽ നമ്മൾ വീട്ടിലാണെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കൊടുക്കണം, ഇല്ലെങ്കിൽ കടയിൽ പോയി കഴിക്കാനുള്ളതെങ്കിൽ സഹായിക്കണം. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ സഹായിക്കണം. നമുക്ക് ഒരിക്കലും മിസ് വേൾഡ് കോമ്പറ്റീഷൻ ഡാൻസറിൻ്റെ സമയം കഴിഞ്ഞ് ഇനി വേറെ വല്ല അതല്ല. അങ്ങനെ നമുക്ക് നമ്മളെ സഹജീവികളായിട്ട് നമുക്ക് കരുണ വേണം. അതില്ലാതെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ഒരു വുമൺ ടു വുമൺ, ഒരു സ്ത്രീയോടൊരു അഡ്വൈസ് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഞാൻ അമ്മയുടെ ഫ്രണ്ടാണ്. ഞാൻ പറയണത് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പറയണം, ഒരു പാഠ്യപുസ്തകമാണ്. പാഠ്യപുസ്തകമാണ്. പഠിക്കാൻ ഒരുപാടുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലേ ജീവിക്കാവുള്ളൂ. എന്ന് വിചാരിച്ച് അതിൻ്റെ മണ്ടേക്കറിയും ചവിട്ടി നൃത്തം ചെയ്യാൻ സമ്മതിക്കണമെന്നല്ല ഞാൻ പറയണം. എല്ലാത്തിനും ഒരു കോംപ്രമൈസും അഡ്ജസ്റ്റ്മെൻറ്റും അവിടെ ജീവിക്കണം. സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെ അങ്ങ് ജീവിച്ച് പോകണം. ആർത്തി പിടിച്ച് സമ്പാദിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല. അത് ചിലപ്പോൾ അനുഭവിക്കാനുള്ള യോഗം പോലും നമുക്ക് കിട്ടില്ല. സമ്പാദിക്കണം, അതിൽ വിഷമിക്കുന്നവർക്ക് അതിലൊരു പങ്ക് കൊടുക്കണം. അത് ആദ്യത്തെ ഒരു ഇതായിട്ട് വിചാരിച്ചോളൂ. നമ്മളെ കൂടെ ഒരു ചികിത്സ കിട്ടാതെ RCC കിടന്ന് എത്ര പേര് ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ ഒന്ന് കഷ്ടപ്പെട്ട് നിരയിക്കണം. കണ്ട് 3 വർഷം 3-4 വർഷം നമ്മൾ അവിടെ പോയതുകൊണ്ട് അത് നമുക്കറിയാം. അറിഞ്ഞൂടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ പൈസ വലിയ വാരി കൂട്ടി സനാട്യന്മാരായിട്ടുള്ള ആളുകൾ അതൊക്കെയാണ് ഏറ്റെടുത്ത് ചെയ്യാനുള്ളത്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയില്ലല്ലോ ചെയ്യുന്നത് എന്താണെന്ന്. പക്ഷെ ചെയ്യണം, അത് ചെയ്തേ ജീവിക്കും പറ്റുള്ളൂ. കാരണം RCC തന്നെ ആണെന്നില്ല, ഒരുപാട് വേറെ അസുഖങ്ങളുണ്ട്. പക്ഷെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് അതുകൊണ്ട് അതിനൊരു എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ ചെയ്യണം. ആരായാലും ഏതൊരു മനുഷ്യരായാലും. ഇതാണ് അമ്മയ്ക്കൊരു സ്ത്രീയോട് പറയാം. എന്നാലും ഇതൊരാവശ്യം തന്നെ. നീ നല്ലൊരു അമ്മയുടെ റോളിലാണെങ്കിൽ നല്ലൊരു അമ്മ, ഭാര്യയുടെ റോളിലാണെങ്കിൽ നല്ലൊരു ഭാര്യ, അങ്ങനെ നല്ലൊരു ജീവിച്ച് പോകണം. അതേ എനിക്ക് പറയാനുള്ളൂ.
അമ്മ ഭാര്യ, അപ്പം ഞാൻ എന്നുള്ള അതാണ് അതിൽ വേറെ ഒരു മോശത്തരങ്ങളുണ്ടെങ്കിൽ പിന്നെ നീ ഒരു നല്ല ജീവിതമല്ലേ നിനക്ക്. നീ ഇപ്പോൾ ഒരു ഓൺട്രപ്രനറാണ്, നിനക്കൊരു ബിസിനസ്സാണ്. ആ ബിസിനസ് കൂടെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഉന്നതിയിൽ നീ എത്തി. അങ്ങനെയാണ് അതിൻ്റെ കൂടെ കുടുംബജീവിതം അതുപോലെ നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റും. രണ്ടും ബാലൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. പക്ഷെ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെയും എൻ്റെ കൂടെ ഉള്ളവരുടെയും ഹാപ്പിനെസ് നോക്കിയിട്ടേ ബാക്കി എന്തും ചെയ്യുള്ളൂ. ബാക്കിയൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്നെ എന്ത് എഫക്റ്റ് ചെയ്യുന്നോ ആ സാധനം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വെട്ടി മാറ്റും. കേട്ടോ? വെട്ടി മാറ്റുന്നുമ്പേ അതിന് നേർവഴിക്ക് കൊണ്ടുവരാൻ നോക്കണം. ഏതായാലും പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അതൊരു നമുക്കൊരു ഭയങ്കര തലവേദനയും ബർഡനും ആണെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചങ്ങ് ജീവിക്കണം. ഇല്ല, ഏതൊരു കാര്യമായാലും, ഇന്ന കാര്യമൊന്നുമല്ല, ഏതൊരു കാര്യവും നമ്മുടെ മുമ്പിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു തടസ്സമായിട്ട് ഒന്ന് നിൽക്കുകയാണെങ്കിൽ അതിനെ വെട്ടി മാറ്റിയിട്ട് മുമ്പോട്ട് പോകാനേ പറ്റുള്ളൂ. അങ്ങനെ പോവാം. ഓക്കെ. അത് വെട്ടിമാറ്റാതെ ഞാൻ ജീവിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെട്ടിമാറ്റാതെ പല പല കാര്യങ്ങൾ. എന്നാൽ അതിനോടൊരു മാനസികാവസ്ഥയിലല്ല എൻ്റെ സ്വഭാവം. പിന്നെ നമ്മളെ ചതിക്കുന്നവർ, കൂടെ നിന്നിട്ടും മനസ്സിൽ വേറെ ചിന്തകളോടെ ജീവിക്കുന്നവർ, അവരെയൊക്കെ എപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നോ അപ്പോൾ ഒരു ഡിസ്റ്റൻസ് അങ്ങ് ഇടുക. അത് തന്നെ. ആരാണ് ആത്മാർത്ഥമായിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും ഉള്ള ഒരു ചുണ വേണം പെണ്ണുങ്ങളായ. അതെനിക്കില്ലേ? ഉണ്ട്. ഇപ്പോൾ എന്താണ് വേറെ എന്തെങ്കിലും പ്രീതിക്ക് പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല. എന്നും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയോ? ഇങ്ങനെയൊക്കെ പോട്ടെ. സമാധാനം തോന്നുന്നു. അമ്മയുടെ ഒരു തെറാപ്പി സെഷൻ പോലെ ആയെന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഏറ്റവും വിലപ്പെട്ടതൊക്കെ ഒരു വലിയ അമൂല്യമായ ഒരു വസ്തു നഷ്ടപ്പെട്ടിരിക്കണ ഒരു അമ്മേനെയാണ്. അത്രയ്ക്ക് എൻ്റെ പാറു പോയത് അങ്ങനെയാണ്. എനിക്ക് നീ ആയാലും പാറു ആയാലും ഒരുപോലെ. പക്ഷേ അവൾ പോയില്ല. അതിന് നമുക്ക് നികത്താനേ ആക്കില്ല. ആ ഒരു വിഷമം മരിക്കണം. അത് തീരണമെങ്കിൽ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നുള്ളെന്ന് വിചാരിച്ചാൽ പോരെ. ഈ എപ്പിസോഡ് ഇതിപ്പോൾ 2 എപ്പിസോഡായിട്ടായിരിക്കണം വന്നിരിക്കുന്നത്. കീപ് സപ്പോർട്ടിങ് അസ്. ഐ വിൽ ട്രൈ ടു. നിൽക്ക്, എവിടെ വലിഞ്ഞേറി പോകുന്നത്? ഇനി അമ്മ പറയണം, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാമോ? എൻ്റെ മോളുടെ ചാനൽ എല്ലാവരും കാണണം. കണ്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതൊക്കെ ഉൾക്കൊള്ളണം. അതിൽ നിന്ന് നല്ലതെടുക്കണം, ചീത്ത കളയണം. എല്ലാം നല്ലതൊന്നും ഞാൻ പറയില്ല. നല്ലതെടുക്കണം, ചീത്ത കളയണം. അത്രയ്ക്കുള്ളൊരു പക്വതയുള്ള അവൾക്കിപ്പോൾ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത്രയൊക്കെ പറയാനുള്ളൂ എനിക്ക്. അവളൊരു യൂട്യൂബ് അതുകൊണ്ട് അവളൊന്ന് റിക്കവറായി വരാൻ വേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയത്. അവൾ അത്രമാത്രം ഡൗൺ ആയിപ്പോയി. അവൾ കരച്ചിലും ഉറക്കമില്ലായ്മയായിട്ട് അവൾ കഴിച്ചു കൂട്ടിയത് വെച്ചില്ല. ഒരുപാട് നാൾ ഞാൻ വിചാരിച്ചില്ല അവൾ ഇങ്ങനെ റിക്കവറായി വരുമെന്ന്. അപ്പോഴാണ് അവൾക്കൊരു ചാനൽ തുടങ്ങിയ കുറേ വിഷമങ്ങളങ്ങ് മാറുമല്ലോ എന്ന് വിചാരിച്ച്. ആ വിഷമം നമ്മളെ മനസ്സിൽ നിന്ന് മാറില്ല എങ്കിലും അങ്ങനെയാണ് അവളൊരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും അവളെ അനുഗ്രഹിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. Thanks everyone for watching. Until we see you next time, stay tuned, keep supporting.